മുഖവരകൾ കളയാതെ, സമയം കളയാതെ നമുക്ക് ദൈവവചന ധ്യാനമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തുറക്കാം, പുസ്തകം എടുക്കാം. യെശയ്യാപ്രവചനം 55-ാമത് അധ്യായം. ഞാൻ പറയുന്ന വാക്യങ്ങൾ കുറിക്കുവാൻ താല്പര്യമുള്ളവർക്ക് കുറിച്ചെടുക്കാം. യെശയ്യാപ്രവചനം 55-ാമത് അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ പരിചിതമാണ്. പലർക്കും അറിയണം. നല്ലൊരു വാക്യമാണ്. ഉറക്കെ പറയാം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എല്ലാ ദൈവജനം ഉറക്കെ അത് പറഞ്ഞേ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. 9-ാം വാക്യം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാപ്രവചനത്തിൽ കാണുന്ന ചില കാര്യങ്ങളെ നമ്മൾ എപ്പോഴും വേദപുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോഫറ്റ്, ഇത് നമുക്കറിയാം പ്രവചന പുസ്തകമാണ് വായിച്ചത്. അപ്പോൾ അതിന് ആ ഒരു സമയത്തുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ വായിക്കുന്ന നമ്മളോട് ഈ ഭാഗങ്ങൾ ഇടപെടും. എന്തുകൊണ്ട്? അതാണ് ബൈബിൾ നൈവേദ്യവിശ്വാസ്യമായിരിക്കുന്നതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവ്. ചരിത്രത്തിൻ്റെ വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ ലാഘവത്തോടല്ല. വേദപുസ്തക ചരിത്രം നാം പഠിക്കുന്നത് അതറിയണം. 2, അതിലിടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തിലും ഇടപെടും. അതുകൊണ്ടാണ് നാം ചരിത്രം പഠിക്കുന്നത്. പറയുക, നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞേ, നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് 44-ാമത് അധ്യായം യെശയ്യാപ്രവചനം 44:28. യെശയ്യാപ്രവചനം 44:28. കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. എല്ലാവരും ആ വാക്യം പറഞ്ഞേ. കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും. 45. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 13-ാം വാക്യം 44:5-13. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവന്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എൻ്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. വിലയും സമ്മാനവും വാങ്ങാതെ നഗരം പണിയുകയും എൻ്റെ പ്രവാസികളെ വിട്ടയക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. വായിക്കാം. യെരമ്യാ പ്രവചനം 25-ാമത് അധ്യായം. അപ്പം ഈ പ്രവചനം അവൻ വിട്ടയക്കും. ഇതെന്താണ് അതിൻ്റെ പ്രവചനത്തിൻ്റെ സാങ്കത്യം? യെരമ്യാ പ്രവചനം 25-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ 25-ാമത് അധ്യായത്തിൻ്റെ അവിടെ നാം കാണുകയാണ് 11-ാം വാക്യം. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 12-ാം വാക്യം. 70 സംവത്സരം തികയുമ്പോൾ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയുടെ ദേശത്തെയും അവിടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും. ഇനി നമ്മൾ 29-ാമത് അധ്യായം, യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് വായിച്ച് കണ്ടു കാണുന്നവരൊക്കെ സ്ക്രീനിലൊക്കെ നോക്കി. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അടുത്ത 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. 70 സംവത്സരം ഇസ്രായേൽ ജനം പ്രവാസികളായിട്ട് പോകുമെന്നും 70 സംവത്സരത്തിന് ശേഷം ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അരുളിച്ചെയ്ത് ദൈവം നിവർത്തിക്കാൻ വേണ്ടി കർത്താവ് പറയുന്നു. അതിനുള്ള വഴി ഒരുക്കുകയാണ്. ഞാൻ എൻ്റെ
ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ കോരശിനെ ഉണർത്തുകയും കോരശ് എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുകയും ചെയ്യും. അവൻ നഗരത്തെ പണിയുകയും വിലയും സമ്മാനം വാങ്ങാതെ എൻ്റെ പ്രവാസികളെ വിട്ടയക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് നിവർത്തീകരിച്ചു. എങ്ങനെ നിവർത്തീകരിച്ചു നോക്കാം. എസ്രായുടെ പുസ്തകം 1-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എസ്രായുടെ പുസ്തകം 1-ാമത് അധ്യായം 1-ാമത് വാക്യം. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തി. അതിനു മുമ്പ് 2 ദിനവൃത്താന്ത പുസ്തകം 22-ാമത് വാക്യം, 36-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 36-ാമത് അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. എന്നാൽ യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ പാർസി രാജാവായ കോരശിന്റെ മനസ്സ് ഉണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലാടും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തു. എന്താണ് ചെയ്തത്? പാർസി രാജാവായ കോരശ് പ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിയുവാൻ അവനോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെടട്ടെ. അവൻ പ്രവാസികളെ വിട്ടയക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യും? വിട്ടയക്കും. ഇതെങ്ങനെ നിവർത്തീകരിച്ചു? എസ്രാ 1 യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തു. വിശുദ്ധ വേദപുസ്തകത്തിൽ ചരിത്രം എഴുതുകയാണ്. രേഖാമൂലം പരസ്യം ചെയ്തു. എന്താണ്? എൻ്റെ ദൈവമായ യഹോവ എന്നോട് പറഞ്ഞിരിക്കുന്നു, ജനത്തിന് എന്തോ പണിയണം? ആലയം പണിയണം. അതിനുവേണ്ടി നിങ്ങൾ പോകണം. എവിടെ പണിയണം? യഹൂദയിലെ യെരൂശലേമിൽ പണിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പോകുന്നവർക്ക് തദ്ദേശവാസികൾ സമ്മാനങ്ങൾ കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർക്ക് പോകണം. അത് ചെറിയൊരു കാര്യമല്ല. എന്താ കാര്യം ചോദിച്ചാൽ, പ്രവാസത്തിലേക്ക് പോയിരിക്കുന്ന ഒരു തലമുറയാണ്. എത്ര വർഷം കഴിഞ്ഞു? എത്ര വർഷം? എത്ര വർഷം? 70 സംവത്സരം. 70 സംവത്സരം കഴിയുമ്പോഴാണ് ഞാൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നത്? സന്ദർശിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു തലമുറ 40-45 വർഷം, ഒരു ജനറേഷനാണ്. ഇവിടെ ഒരു ജനറേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ജനറേഷൻ കഴിയാറായി. ഫസ്റ്റ് ജനറേഷൻ കുറച്ച് പേര് മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സെക്കൻഡും തേർഡും ജനറേഷനാണ്. 70 വർഷം കൊണ്ട് എത്ര തലമുറ വരെ ജനിക്കാം? കുറഞ്ഞത് 70 വർഷം കൊണ്ട് 70 വയസ്സുള്ള അപ്പച്ചന് എത്ര ജനറേഷൻ കാണും? മിനിമം 3 ജനറേഷൻ കാണും. അതിപ്പം 30-ാമത്തെ വയസ്സിൽ കെട്ടുന്നോണ്ടാണ്. അന്നൊക്കെ പിള്ളേർ നല്ല പിള്ളേരാണ് അല്ലേ? ഈ കെട്ടുന്ന പിള്ളേർക്കെല്ലാം PhD ഉള്ളവർക്കാണ് ഈ പെണ്ണ് കിട്ടാത്തതും ചെറുക്കം കിട്ടാത്തതും. 10ാം ക്ലാസ് തോറ്റ എല്ലാം കെട്ടിപ്പോയി. എവിടെങ്കിലും പാസ്റ്ററെ 10ൽ തോറ്റ ഒരു പെണ്ണ് ഇവിടെ നിൽപ്പുണ്ടോ? ഇല്ല. നിൽക്കുന്ന എല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ് എന്ന് ഞാൻ പറഞ്ഞപ്പം പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പഠിത്തം കൂടിയോണ്ട് മാത്രം നിൽക്കുന്നവരെ കണ്ടു. ഒരുമാതിരി ഈ പരുവത്തിൽ നിൽക്കുന്ന എല്ലാം കെട്ടിപ്പോയില്ലേ? കെട്ടിപ്പോയി. നിങ്ങൾ നോക്കിക്കോ, എല്ലാം കെട്ടിപ്പോയി. മനുവരെ പഠിച്ചത് ഗതികേടായി അല്ലേ? പഠിച്ചത് ഗതികേടായെന്ന് പിള്ളേർ പറയും. എന്നാ കാര്യം ചോദിച്ചാൽ, കൂടുതൽ പഠിച്ച പെൺപിള്ളേർക്ക് ഈ പെൺപിള്ളേർ പഠിക്കുകയും ചെയ്യും. ഇവന്മാരൊട്ടും എന്ത് ചെയ്യത്തുമില്ല, പഠിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ അമ്മമാരും പറയാം, പഠിക്കണം. എന്തിന്? പെണ്ണ് കെട്ടാൻ വേണ്ടി പഠിക്കണം. ഒരുമാതിരി പഠിച്ചെങ്കിലേ എന്ത് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ എവിടെങ്കിലും പോയി ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഒന്നുമില്ലൊരു ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് അത് ഉണ്ടാക്കി വെക്കുക. കാരണം സർട്ടിഫിക്കറ്റ് വേണ്ട. മക്കളെ കോഴ്സിന് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ ഇല്ല, സർട്ടിഫിക്കറ്റ് ഇല്ല. സർട്ടിഫിക്കറ്റ് വാല്യൂ വേണ്ടേ? വേണം. അപ്പോൾ എൻ്റെ പൊന്നു മക്കളോട് പറയട്ടെ, പഠിക്കണം. എന്തിന് പഠിക്കണം? പെണ്ണ് കെട്ടാൻ പഠിക്കണം. ബിസിനസ്സൊക്കെ ചെയ്തു, എന്നാലും പെണ്ണ് കെട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പഠിക്കണം. കാരണം പെൺപിള്ളേരെല്ലാം ഒരുമാതിരി പഠിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇതുങ്ങളൊക്കെ പരീക്ഷയുടെ തലേദിവസം ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും? പഠിക്കുക. കഷ്ടപ്പെട്ട് പഠിക്കുക. ഇന്ന് ഞാനിങ്ങോട്ട് വന്ന് എനിക്ക് സങ്കടം തോന്നി കേട്ടോ. എത്ര പിള്ളേരെ വിളിച്ചു, പാസ്റ്റർ ലൈവ് പോവല്ലേ, എൻ്റെ നേഴ്സിങ്ങിന് പരീക്ഷയാണ്, പാസ്റ്ററെ പഠിക്കണേ, പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എൻ്റെ പേര് ഇന്നതാണ്, ഞങ്ങളുടെ റൂമിൽ ഇപ്പോൾ 9 പിള്ളേർ ഇരിപ്പുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് സന്തോഷമാണ്. ഒന്നുകിൽ കൊച്ചുങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. നാളെ നേഴ്സിങ്ങിന് പരീക്ഷയ്ക്ക് എന്ത് പിള്ളേരാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, പെൺപിള്ളേരൊക്കെ പഠിക്കണം. അപ്പം
70 വർഷം കൊണ്ട് മിനിമം 3 തലമുറ ഉണ്ടായില്ലേ? അപ്പോൾ ആ 3 തലമുറയ്ക്ക് മുമ്പ് പോയൊരു കാണും. അപ്പോൾ പോകുമ്പം ഇവിടെ ഇവർക്കിനി തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്ത് വേണം? പോകാൻ ഒരാൾ പറയണം. അത് ചെറിയൊരു കാര്യമല്ല. ഇവർ പ്രവാസത്തിലേക്ക് പോയവരാണ്. ഇവർക്കിനി തിരിച്ചു വരണമെങ്കിൽ ഒരു രാജാവിൻ്റെ കൽപ്പന വേണം, ഒരു ലീഡർഷിപ്പ് വേണം. എപ്പോഴും ഏത് കാര്യത്തിനും ലീഡർ വേണം, വേണ്ടേ? വേണം. ലീഡർ ചെറിയൊരു കാര്യമല്ല, ആണോ? ഒരു ബസ് ഓടണേ എന്തോ വേണം? ഒരു ബസ് ഓടണേ എന്തോ വേണം? ലീഡർ വേണം. ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ മൂടൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിയറിങ്ങിൽ ഒരാൾ എന്ത് ചെയ്യണം? ഇരിക്കണം. സ്റ്റിയറിങ് ഒരാൾ പിടിക്കണ്ടേ? അപ്പോൾ ഒരാൾ ഡ്രൈവ്. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ബസ്സിൽ ഒരു ഡ്രൈവർ വരിക, ഡ്രൈവർ അങ്ങ് ഉറങ്ങിപ്പോയി, MC റോഡിക്കൂടി ഇങ്ങോട്ട് വരിക, നമുക്ക് മനസ്സിലായി വണ്ടി ഉറങ്ങി വരികയാണ്. എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് നോക്കാം. അങ്ങോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചാടാം, ഇങ്ങോട്ടാണ് പോകുന്നെങ്കിൽ അങ്ങോട്ട് ചാടാം. രക്ഷപ്പെടത്തില്ലേ? ഡ്രൈവർ വരുന്നു, വണ്ടി അങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ട് ചാടത്തില്ലേ? നോക്കിയാൽ മതി എങ്ങോട്ടാണ് പോകുന്നത്. 2 പേര് ഡ്രൈവിംഗ് സീറ്റ് ഇരിപ്പുണ്ടെങ്കിൽ വണ്ടി എങ്ങോട്ട് പോകും? 2 പേര് സ്റ്റിയറിംഗിൽ പിടിച്ചിട്ടുണ്ട്, വണ്ടി എങ്ങോട്ട് പോകും? എങ്ങോട്ടും. അതാണ് ഏറ്റവും അപകടം. അതുകൊണ്ട് ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഒരു ബസ്സിൽ എത്രയാകാവൂ? ഒരു ഡ്രൈവറെ ആകാവൂ. 2-3 ഡ്രൈവർമാർ കയറി പിടിച്ചാൽ. ഞാനൊരിക്കൽ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് വരികയാണ്. ഞങ്ങളൊരു കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പം ഒരു ജീപ്പിലാണ് വരുന്നത്. വണ്ടിപ്പെരിയാർ അങ്ങ് ഇടുക്കി കൂടെ വരിക, യോഗം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വരിക, ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ജീപ്പിൽ ഞങ്ങളുടെ ഒരു അച്ചായൻ്റെ ജോയിക്കുട്ടിച്ചാന്ന് പറയും, അച്ചാൻ ജീപ്പ് ഓടിക്കുന്നു, ഞാൻ അതിൻ്റെ ഇക്കരത്തിരിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റ് നിറച്ചാളുമായിട്ട് ജീപ്പ് വരിക, 2 സൈഡും കൊക്ക, ഇരുട്ട്, കോടമഞ്ഞ് വീഴുന്നു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. അച്ചാൻ ഉറങ്ങിപ്പോകുന്നു, വണ്ടി കൊക്കയിൽ പോകുന്നു. ദർശനം കാണുന്നതല്ല, സ്വപ്ന. എല്ലാ സ്വപ്നവും ദർശനമൊന്നും അല്ല. ഏതായാലും ഉറങ്ങിപ്പോയി. അച്ചാൻ വീഴാതിരിക്കാൻ ഞാൻ ആ സ്റ്റിയറിംഗ് ഒരു പിടിച്ചു. അച്ചാനോട് ദൈവാത്മാവ് നേരത്തെ പറഞ്ഞു, സ്റ്റിയറിംഗ് മുറുകെ പിടിച്ചോളാൻ, ഇല്ലേ കൊക്കെ പോയേനെ. അതാണ് വേറൊരു പ്രശ്നം. അച്ചാൻ പറഞ്ഞു സ്റ്റിയറിംഗ് മുറുകെ പിടിച്ചോണം, അല്ലേ കൊക്കെ പോയേനെ. അതുകൊണ്ട് ഒരു ബസ്സിന് എത്ര ഡ്രൈവറെ ആകാവും? ഒരു ഡ്രൈവറെ ആകും. ഒരു സഭയ്ക്ക് എത്ര ഡ്രൈവറെ ആകാം? ഒരു സ്റ്റിയറിംഗ് എത്ര പേര് പിടിക്കണം? ഒത്തിരി പേര് പിടിക്കില്ല മക്കളെ, അപകടമാണ്. ഇതെല്ലാവരും കൂടെ പിടിക്കുമ്പോഴാണ് നാട്ടുകാരറിയുന്നത്. ഒരു സ്റ്റിയറിംഗ് കുറേ പേര് കയറി അങ്ങ് പിടിക്കും. അത് പിന്നെ ലൈവ് ആകും, വീഡിയോ ആകും, ക്ലിപ്പാകും. ദൈവത്തെ ഓർത്ത് ഒരാൾ പിടിച്ചാൽ ഈ ഗതികേട് വല്ലതും ഉണ്ടാകുമോ? ഇല്ല. അപ്പം സ്റ്റിയറിംഗ് അങ്ങോട്ട് പോട്ടെ, ഒരു ദർശനത്തിലൊക്കെ പോട്ടെ, ആ ദർശനത്തോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം, അല്ലേ? എല്ലാവരുടെയും ദർശനം ഒന്നാണോ? അല്ല. ഓരോ ദർശനം ദൈവം ഓരോരുത്തർക്കും കൊടുക്കും. എൻ്റെ ദർശനം അല്ല നിങ്ങളുടെ ദർശനം, നിങ്ങളുടെ ദർശനം അല്ല എൻ്റെ ദർശനം. ദൈവം തന്ന ദർശനത്തിനനുസരിച്ച് വേണം പോകാൻ. അങ്ങനെ എന്ത് ചെയ്യാവൂ? പോകാം. എല്ലാവരെയും ദൈവം യുണീക്കായിട്ടാണ് വിളിച്ചിരിക്കുക. ആ യുണീക്കായിട്ട് പോട്ടെ, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുക. അപ്പോൾ ഇവിടെ നാം കാണുകയാണ്, ഇങ്ങനെ ഇവർക്ക് ലീഡറില്ല. ലീഡർ വേണ്ടേ? ലീഡർ വേണം. പോലീസിൻ്റെ ലാത്തിയുണ്ട്, നിൽക്കുക. പിള്ളേർ എന്താണ് പിന്നെ അവരുടെ പ്രൊട്ടക്ഷൻ നടക്കുക, കൊരാമ നടക്കുക. പിള്ളേർ കയറി അടിക്കുന്നു, ഗേറ്റ് തല്ലിപ്പൊളിക്കാൻ തുടങ്ങുന്നു. പോലീസിന് അടിക്കണം, ലാത്തി കയ്യിരിപ്പുണ്ട്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചാർജെന്ന് പറയാൻ ആര് വേണം? ലീഡർ വേണം. ലീഡർ ചാർജെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഒരിക്കൽ കണ്ടാണ്, ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു മന്ത്രിയോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, സാറ് പറയുന്ന കാര്യം ഒന്ന് എഴുതി തന്നാൽ ഞാനങ്ങ് ഓർഡർ കൊടുത്തേക്കാം. വാക്കാ പോരാ, എന്ത് ചെയ്യണം? എഴുതി തരണം. ഓർഡർ ഈസ് ഓർഡർ. ഒരാൾ ഓർഡർ ചെയ്യാൻ വേണ്ടേ? പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ഇരിക്കട്ടെ, ബോർഡറിൽ നിൽപ്പുണ്ട്, തോക്കുമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ തോക്കിനകത്ത് വെടിയുണ്ടയുണ്ട്, AK-47 പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഫയറെന്ന് പറയാൻ ആര് വേണം? ഒരു കമാൻഡർ വേണം, ഒരു ലീഡർ വേണം. അപ്പം ആ ലീഡർ ഒരു കാര്യമാണ്. ഇവർക്ക് ലീഡർഷിപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ആരാണ് അവരുടെ ലീഡർ? കോരശ് ലീഡറായി. കോരശ് പറഞ്ഞു, പൊക്കോളം പറഞ്ഞു, അവർക്കായി. രണ്ടാമത് ഏത് പ്രശ്നത്തിനും പ്രശ്നം പണമാണ്. ഇവിടെ പണത്തിൻ്റെ ഒരു പ്രശ്നം മാറി. എങ്ങനെ മാറി? 2-ാം അധ്യായം നോക്കിക്കോ, പെട്ടെന്ന് പറയാം. 2-ാമത് അധ്യായത്തിൽ 2:68 ചിത്ര പിതൃഭവന തലവന്മാർ യെരൂശലേമിലെ യഹോവയുടെ ആലയത്തിൽ എത്തിയപ്പോൾ അവർ ദേവാലയം അതിന്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു. അടുത്തത്, അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശ് 61,000 എന്നാണ് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ
ഞാനത് ഇന്നിൻ്റെ വാല്യൂ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് 21 മില്യൺ US$. 21 മില്യൺ US$. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 1 മില്യൺ എത്ര? 1 മില്യൺ എന്നെ നോക്ക്. 1 മില്യൺ 10 ലക്ഷം. 21 മില്യൺ 21 മില്യൺ അല്ലേ? 21 ഇൻറ്റു 10 ഇൻറ്റു എത്രയാണെന്നറിയാമോ? $. ഇന്ത്യൻ്റെ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 90 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയപ്പം 90 ആക്കണ്ടേ. അപ്പോൾ 21 ഇൻറ്റു 10 ഇൻറ്റു പിന്നെ എത്ര? 90. അത്രയും ലക്ഷം കോടി എത്ര കഴിയും? അത്രയും കോടി രൂപയുടെ സാധനമാണ് സ്വർണ്ണമായിട്ട് കൊടുത്തത്. ആർക്ക് പോകുമ്പോൾ? ദേവാലയം പണിയാൻ വേണ്ടി അല്ലേ? അത്രയും ലക്ഷം രൂപ. അപ്പം ദേവാലയം പണിക്ക് പൈസ വേണം. പൈസ കൊടുത്തു. വേണ്ടേ? പൈസ വേണ്ടേ? പൈസ വേണം. എങ്ങനെയാ കൊടുക്കേണ്ടത്? അവർ കൊടുത്തത് പ്രാപ്തിക്ക് തക്കവണ്ണം ഔദാര്യദാനങ്ങൾ കൊടുത്തു എന്നാണ്. ഫ്രീ വിൽ ഓഫറിങ്, ഔദാര്യദാനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ദാനം? ഔദാര്യദാനം. ഔദാര്യദാനം കൊടുത്തു. ആരും പറയും ഫ്രീ വില്ലാണ്. ഫ്രീ വിൽ ഓഫറിങ്. ദൈവസഭ പണിയപ്പെടുവാൻ പണം വേണം. പക്ഷെ പണം ദൈവം തൻ്റെ ജനത്തിനെ ഉണർത്തും. മനസ്സിനെ ഉണർത്തിയിട്ട് പണം കൊടുത്തു. 1-2 പണമൊന്നുമല്ല. എത്ര? 21 മില്യൺ US$. ഇന്നത്തെ കണക്കിൽ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് തന്നില്ല? ഒറ്റ കാര്യം കൊണ്ടാണ്. അത്രയൊക്കെ കിട്ടിയാൽ നമ്മൾ അറ്റാക്ക് വരും. അന്ന് നമ്മൾ ആവിയായിപ്പോവും. പിറ്റേ ദിവസം നമ്മുടെ ശവകടക്കായിരിക്കും. ഇത്രയും പൈസയൊക്കെ ഒന്നിച്ച് കണ്ട. അതുകൊണ്ടായിരിക്കണം തമ്പുരാൻ ഒരു പദ്ധതി ഇച്ചിരിയെ തരത്തുള്ളൂ. എന്നാലും ഇച്ചിരിയെ തരത്തുള്ളൂ. കാരണം ഒന്നിച്ച് കിട്ടിയാൽ നമ്മൾ ഒന്നിച്ചത്ത്, അല്ലെ നമുക്ക് വട്ട് പിടിക്കും. എന്തോ ചെയ്യണമെന്നറിയാതായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ ആവശ്യം പോലെയൊക്കെ തരുന്നുണ്ടല്ലോ. സ്തോത്രം ചെയ്യുക. ഏതായാലും ദേവാലയം പണിക്ക് എന്ത് കൊടുത്തു? ഔദാര്യദാനം കൊടുത്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദേവാലയം പണിക്ക് എന്ത് കൊടുക്കണം? ഉറക്കെ പറഞ്ഞേ, ദേവാലയം പണിക്ക് എന്ത് കൊടുക്കണം? ഔദാര്യദാനം കൊടുക്കണം. അത് ജനത്തിൻ്റെ ആവശ്യമാണ്. ദേവാലയം വേണം. എന്തുകൊണ്ട് ദേവാലയം വേണം? അതാണ് വലിയൊരു കാര്യം. ദേവാലയം വേണ്ടേ? വേണം. ദേവാലയം വേണം. നമ്മളിപ്പം ഹൗസ് ചർച്ചസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഹൗസ് ചർച്ചസ് വേണം. ഈ ദൈവത്തിൻ്റെ സഭയുടെ വളർച്ചയിൽ ഹൗസ് ചർച്ചസും എല്ലാം ഉള്ളപ്പം തന്നെ ദേവാലയം വേണം. ഞാൻ അതിലൊരു കാര്യം പറയാം. ദേവാലയം പണിക്ക് എന്തുകൊണ്ട് ദൈവം പ്രാധാന്യം കൊടുത്തു? എൻ്റെ എളിയ ചിന്തകൾ ദൈവം എന്നെ ചിന്തിപ്പിച്ചത്. മലയാളി കുടിയേറ്റക്കാരാണ്. പൊതുവേ മലയാളി ക്രൈസ്തവർ അവിടെ ബ്ലഡിനകത്ത് കുടിയേറ്റമുണ്ട്. നിങ്ങൾ നിലമ്പൂർ നോക്കോ, പോക്കോ, കണ്ണൂർ പോക്കോ, കാസർഗോഡ് പോട്ടോ, കാഞ്ഞങ്ങാട് പോക്കോ, അവിടുന്ന് അങ്ങോട്ട് കയറി മംഗലാപുരത്തോട്ട് പോക്കോ, മംഗലാപുരത്തു നിന്ന് അങ്ങോട്ട് പോയിട്ട് നെല്ലിയാടി പോക്കോ, ബെൽത്തങ്ങാടി പോക്കോ, ഉപ്പനങ്ങാടി പോക്കോ, അവിടെ എല്ലാം ആരെ കാണാമെന്നറിയാമോ? അവിടെ എല്ലാം നമ്മുടെ അച്ചായന്മാരുണ്ട്. എവിടെ നിന്ന് പോയാന്ന് ചോദിക്കാൻ പറയും, വല്യപ്പൻ എവിടെ നിന്ന് വന്നതാ? അങ്ങ് കോട്ടയമാ, കാഞ്ഞിരപ്പള്ളിയാ, പാലയാ, റാന്നിയാ വന്നതാ. എവിടുന്നാ? കുടിയേറി വന്നതാ. അപ്പം മലയാളി കുടിയേറ്റക്കാർ, പ്രത്യേകിച്ച് മലയാളി ക്രൈസ്തവൻ്റെ രക്തത്തിനകത്ത് കുടിയേറ്റമുണ്ട്. കുടിയേറി പോകുന്നവരാ. പിന്നെ അവിടെ അങ്ങ് പോയി. എവിടെല്ലാം പോയി? ബോംബെ പോയി, ചെന്നൈ പോയി, കൽക്കട്ടയിൽ പോയി, എല്ലായിടത്തും പോയി, ഭോപ്പാലിൽ പോയി, പിന്നെ ഗൾഫിൽ പോയി. ഇപ്പം ഗൾഫിലും സ്ഥലം മേടിച്ചു തുടങ്ങി. ഗൾഫിലും സ്ഥലം മേടിച്ചു. പലയിടത്തും ഗൾഫിലും സ്വന്തമായിട്ട് ഫ്ലാറ്റായി. അങ്ങനെ ഗൾഫിൽ ഫ്ലാറ്റ് മേടിച്ച ഒരച്ചായൻ്റെ വീടിന് പ്രാർത്ഥിച്ച് സമർപ്പിക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഗൾഫിലും വീട് മേടിക്കുന്നു എന്ന് വേണ്ട. അവിടുന്ന് പിന്നെ എങ്ങോട്ട് പോയി? കാനഡയിൽ പോയി, UK പോയി, അമേരിക്കയിൽ പോയി, എല്ലായിടത്തും പോയി. ആരോ പറഞ്ഞു ചന്ദ്രന് ചെന്നപ്പം ചായക്കട കണ്ടെന്ന്. ആരുടെയാ? നമ്മുടെ കൊച്ചായൻ്റെയാ. അവിടെ ഉണ്ടെന്ന്. എല്ലായിടത്തും ആളുണ്ട് ഇല്ലേ? ഉണ്ട്. മലയാളി കുടിയേറ്റക്കാരനാ. എന്നാൽ ഈ മലയാളി ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയിട്ട് ഒരു നല്ല സ്ഥലമൊക്കെ ആണെങ്കിൽ അവർ പിന്നെ സഹോദരന്മാരെ എല്ലാം വരുത്തും. പക്ഷേ ഇപ്പോഴത്തെ മലയാളികൾ ഓഫീസിലൊരു വേക്കൻസി ഉണ്ടെങ്കിൽ ആരോടും പറയത്തില്ല. ഞാനും വന്നിട്ട് എനിക്ക് ഭാര്യയായി പോകുന്നൊരു ഗതികേടാണ്. പക്ഷെ പണ്ടത്തെ മലയാളി അങ്ങനെയല്ല. അടുത്ത എല്ലാവരെയും കൊണ്ടുവരും. അങ്ങനെ അടുത്തെല്ലാം ആയി കഴിയുമ്പം പിന്നെ ഇവരാരെയും കൊണ്ടുവരും? അച്ഛനെ കൊണ്ടുവരും. അച്ഛനെ കൊണ്ടുവന്നിട്ട് എന്തോ വെക്കും? പള്ളി വെക്കും. പള്ളി ഉണ്ടതിനെ പള്ളിക്കൂടം ഉണ്ടാകത്തുള്ളൂ. പള്ളി ഉണ്ടായി. പള്ളി ഉണ്ടാകുമ്പോൾ ഒരു ഗുണമുണ്ട്. പിന്നെ എല്ലാ ആലോചനയും പള്ളിയിലാണ്. നാട്ടിലന്ന് ആന ഇറങ്ങും. കുഴിയാനയല്ല, ആന, ഒറിജിനൽ ആന ഇറങ്ങും. ആന ഇറങ്ങുമ്പോൾ പള്ളി മണിയടിക്കും. പള്ളി മണിയടിക്കുമ്പോൾ എല്ലാവരും എവിടെ വരും? പള്ളി മണി. ആള് അപകടം, അപായം. അന്നേരം എന്തോ മണിയാണ് അടിക്കുക? ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ ഇവർക്ക് അടിക്കുന്ന ചെറിയ ഒരു സ്ലാങ് ഉണ്ട്. മറ്റേതേതാ?
കൂട്ടമണി അടിക്കുമ്പോൾ എല്ലാവരും പള്ളിയിലോട്ട് ഓടും. പിന്നെ പള്ളിയാണ് തീരുമാനിക്കുന്നത് എന്തോ ചെയ്യണം, പടക്കം പൊട്ടിക്കണോ, പിന്നെ പാട്ട കൊട്ടണോ, ആനയെ ഓടിക്കണ്ടേ, ഇതെല്ലാം പിന്നെ തീരുമാനം ഇടുന്ന പള്ളിയിൽ നിന്ന്. അപ്പോൾ പള്ളി ഒരു മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതാണ്. അല്ലേ? പള്ളി ഒന്നിപ്പിക്കണം. ദേവാലയം നൊസ്റ്റാൾജിക്കാണ്. അതുകൊണ്ടാണ് ദേവാലയം വേണ്ടത്. പിള്ളേരെല്ലാം ദേവാലയത്തിൽ, ഏതായാലും ഞാനൊരു ദൈവദാസനായതുകൊണ്ട് പറയും, ദേവാലയങ്ങൾ വേണം, പള്ളി വേണം, സഭാലയങ്ങൾ, ആളുകൾ വേണം. എന്തുകൊണ്ട്? എന്നാലേ ഒരു യൂണിഫൈങ് ഫാക്ട് ഉണ്ടാകത്തുള്ളൂ. നാളെ ഒരു നൊസ്റ്റാൾജിക്ക് മെമ്മറിയാണ്. നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നൊരു സംഭവമില്ലേ? നാളെ ഈ പിള്ളേരെല്ലാം അവിടെ. ഞാൻ ഈ അടുത്തിടയ്ക്ക് UK ചെന്നപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായി. UK ഒരു പെൺകുട്ടി, അവളവിടെ സെറ്റിലാണ്, അവിടുത്തെ നേഴ്സാണ്. ആ മോള് എന്നെ കൊണ്ട്, ഞാൻ താമസിക്കുന്ന എൻ്റെ ഒരു കസിനോട് പറഞ്ഞു, പ്രിൻസിപ്പാൾസ് വരുമ്പം പ്രിൻസാനെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം, എന്നിട്ട് എനിക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിനക്ക് ഒരു നേരം ഫുഡ് തരണം, ഭയങ്കര ബഹളാണ്, ആ ഒരു ദിവസം അവിടെ നിന്ന് കഴിച്ചിരിക്കണം. ശരി. ഞാൻ ചോദിച്ചു, ഇതാരാ? എനിക്കറിയത്തില്ല, നിന്നെ അറിയാമെന്നാണ് പറയുന്നേ. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ ചെന്നപ്പോൾ മോക്ക് എന്നെ അറിയാം? ഞാൻ എങ്ങനെ അറിയാം? അപ്പം പറഞ്ഞു, ഞാൻ ഇന്നടത്തെയാണ്, ഞാൻ അപ്പം ഞങ്ങളുടെ VBSന് വരുമായിരുന്നു. VBSന് വരുമ്പോൾ അവരങ്ങ് ദൂരെ നിന്നാണ് വരുന്നത് കണ്ടുകൊണ്ട് VBSന് വന്ന ഇവൾ പോകുമ്പോൾ എൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് പോയി ചോറ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ VBSന് വന്നപ്പോൾ ഇവൾക്ക് ഒരാഴ്ച, കൊച്ചേ നീ ദൂരെ നിന്ന് വന്ന കൊച്ചാണെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയി ചോറ് കൊടുക്കും. ബാക്കി എല്ലാവർക്കും നമ്മൾ പപ്സും വെള്ളമൊക്കെ കൊടുത്ത് വിടുന്നത്. അപ്പം ഇവൾക്ക് ചോറ് കൊടുത്തതിൻ്റെ ഓർമ്മയാണ് അവൾക്ക് എനിക്ക് ചോറ് തരണം. അപ്പോൾ അവിടെ ഓർമ്മയിൽ കിടക്കുകയാണ്. എന്തിനു പോയത്? VBSന് പോകുന്നത്. VBSന് പോകുന്നത് ഭയങ്കര ഓർമ്മയാണ് അല്ലേ? പിള്ളേർ എത്രയോ പേരെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. എന്താ ഓർക്കുന്നത്? അവർക്ക് VBS പഠിപ്പിച്ചൊന്നും ഓർമ്മയില്ലെങ്കിലും കാൽവറി കുന്നി കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തിയ ദീപം, ഇന്നും നാളെയും കത്തും ദീപം, തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ബൈബിൾ നമ്മുടെ സ്നേഹത്തിൻ ദൂത് അതിലുണ്ടേ. ദൈവസ്നേഹം വന്നാലേ പിന്നെ ഇച്ചിരൂടൊക്കെ ആവേശം കയറുമ്പം ഞങ്ങൾ ആരാ കരയുന്നേ? അവനാ സാത്താനാ, എന്നാ സാത്താനെ കരയുന്നേ? പിള്ളേരെല്ലാം VBSൽ. പിന്നെ ഞങ്ങൾ പാടി, കപ്പത്തണ്ട് കൊണ്ടൊരു വള്ളം ഉണ്ടാക്കി സാത്താനെ കൂട്ടരെ അതിലിരുത്തി ഉന്തടാ തള്ളടാ ചാവുകടലിൽ തള്ളടാ. അതൊക്കെ കൊച്ചുങ്ങൾ ഓർമ്മയുണ്ട്. അവർക്കൊരു ആവേശമാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നിട്ട് നേപ്പാളി പഠിച്ച് നേപ്പാളി ഭാഷ ഈ മുദ്രാവാക്യം ഉണ്ടാക്കി അവിടെ പോയി VBS നടത്തി. അപ്പം ഞാൻ ചോദിച്ചത് ഇവിടുന്നാണ് പഠിച്ചത്? നീ വിളിച്ചു തന്നതാണ്. അത് ഞാൻ നേപ്പാളി ട്രാൻസ്ലേറ്റ് ആക്കി വിളിപ്പിച്ച്. എനിക്ക് സന്തോഷമായി. ഇതെല്ലാം ഒരു നൊസ്റ്റാൾജിയാണ്. ഈ നൊസ്റ്റാൾജിക്ക് മെമ്മറി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദേവാലയം വേണം. ഇന്നലെ നമ്മൾ വളരുമ്പോൾ, നമ്മൾ സൺഡേ സ്കൂൾ പഠിച്ച പള്ളിയാണ് നമ്മളിവിടെ ഇരുന്നത്, അമ്മയുടെ കൂടെ പോയതാണ്, അപ്പച്ചൻ്റെ കൂടെ പോയതാണ്. ഇതെല്ലാം പറയാൻ ഒരു ദേവാലയം വേണം. ഇവർക്ക് എന്തില്ല? അങ്ങനെ പറയാൻ എന്തില്ല? ദേവാലയം ഇല്ല. അതുകൊണ്ടാണ് അവർ പാടുന്നത്, യഹോവയുടെ ഗീതം ഞങ്ങൾ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിൽ തൂക്കിയിട്ടു. യഹോവയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പ്രിയരെ രാജാവ് പറയുന്നത്, പൊക്കോളം പറയുന്നു. ചെറിയ കാര്യമല്ല. പ്രവാസത്തിൽ ഇപ്പം 70 വർഷങ്ങൾ പിന്നിടുകയാണ്. 70 വർഷം പിന്നിട്ടവർ ഇനി തിരിച്ചു വരുമോ? എന്തുവായാലും തിരിച്ചു വരുമോ? പാടാ ആണോ? ഒരു വീട് മാറണ എന്തൊരു പാടാ? വാടക വീട് മാറണമെങ്കിൽ എന്ത് പാടാ? അപ്പോൾ പാസേജിലൊക്കെ താമസിക്കുന്നവർക്കും ഗവൺമെൻറ് ജോലിക്കാർക്കും ഒക്കെ അറിയാം, വീട് മാറുക എളുപ്പമല്ല. എന്നോട് എത്രയോ അമേരിക്കക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇളയ കൊച്ചിനെ കൂടെ കെട്ടിച്ചാൽ ഞങ്ങളിങ്ങനെ പോരുവാന്ന്. എന്നിട്ട് ആരെങ്കിലും പോന്നോ? ആരെങ്കിലും വന്നോ? ഇല്ല. ഇപ്പം എന്നാ വരാത്ത? കൊച്ചിനെ നോക്കാൻ നമ്മളല്ല, പിന്നെ ആരാ ഉള്ളേ? ഇപ്പം എന്നാ വരാത്ത? വെച്ചാൽ ഇവിടെ വന്ന ഇൻഷുറൻസ് ഇല്ല, മെഡിസിന്, അതുകൊണ്ടാണ് വരാത്ത. ഇപ്പം എന്നാ വരാത്ത? നാട് ശരിയല്ല. ഇവിടെ ആണെങ്കിൽ നമ്മുടെ അടുക്കിനെല്ലാം കിട്ടും. അപ്പം വിട്ടുവരിക എളുപ്പമല്ല, അത്ര പാടാണ്. ആണോ? ആണ്. അപ്പോൾ ഇപ്പോൾ ഇവർ തിരിച്ചു വരുമോ? പക്ഷേ ഇവിടെ രാജാവ് കൽപ്പന കൊടുക്കുന്നു, പൊക്കോണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? ഒരു വിജാതീയനായ രാജാവാണ് കൽപ്പന കൊടുക്കുക. യഹൂദ പാരമ്പര്യത്തിലുള്ള ഒരാളല്ല വിജാതീയനായ രാജാവ്. ഇവരത് ഒരിക്കലും ചിന്തിച്ചില്ല. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ഒന്നുകൂടെ പറഞ്ഞേ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. എൻ്റെ പൊന്നു പ്രിയരെ, നമ്മളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. വിചാരിച്ച് ഭ്രാന്ത് പിടിക്കുന്നവരാ നമ്മൾ. ഒരു കാര്യമില്ലാതെ നമ്മളങ്ങ് വിചാരപ്പെടും. എന്നിട്ട് നമ്മൾ പറയും, അയ്യോ ചിന്തിച്ച് നമുക്ക് എന്താ പിടിക്കുക?
ഭ്രാന്ത് പിടിച്ചില്ലുള്ള അത്ഭുതം. എന്തോ ചിന്തിക്കുന്നേ, 5 പൈസ കയ്യിലില്ലാത്ത അച്ഛൻ എന്നോട് പറയുക, എനിക്ക് പേടിയാ മോനെ, എന്തോ വരുമോന്ന്, ഈടി വരുമോന്ന്. എന്നുവെച്ചാൽ അച്ഛൻ്റെ എത്ര രൂപ ഉണ്ട്? അല്ല, എൻ്റെ ആപ്പാടെ 19,000 രൂപയൊക്കെ കാണുവാൻ. ഇവിടെ 50 കോടിയുള്ളവനെ പിടിക്കുന്നില്ല. അത്തരമാണ് അച്ഛാ എൻ്റെ ചിന്ത. ചുമ്മാത് വിചാരിക്കുക. അതുകൊണ്ട് നാട്ടിൽ പണ്ടൊരു ചൊല്ലില്ലേ, പണ്ടത്തെ നമ്മുടെ ഒരു നമ്പൂരി അച്ഛനെ അയിത്തൊക്കെയുള്ള കാല പോകുമ്പോൾ മുമ്പിൽ എന്തോ വിളിച്ച് പറയും, ഉയ് മാറിക്കൊള്ളാനൊക്കെ പറയത്തില്ലേ. അങ്ങനെ വലിയ കൊട്ടും കുരവയൊക്കെ ഇട്ട് തിരുമേനി പോകുമ്പോൾ ഒലക്കടയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ആരൻ്റെ അങ്ങേക്കരയിൽ പോവാ, ഇങ്ങേക്കരയിൽ ഒരു പാവം പിടിച്ചവൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു നായ കിടപ്പുണ്ട്. പട്ടി വീട്ടുപട്ടിയാ. അത് ചങ്ങലയെ കിടന്ന് ഈ ബഹളം കേട്ടപ്പോൾ കുരച്ചപ്പം തെമ്മരി എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഓലക്കാലങ്ങ് തല്ലി അടിച്ചിട്ട് എൻ്റെ കമ്പിങ് കയ്യിലെടുത്തു. എന്നാ തിരുമേനി ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ പൊന്ന് മോനെ, തൊടല് പൊട്ടിപ്പോയി 6 പറ്റിപ്പോയ കടി പറ്റിയിരിക്കും. സത്യമല്ലേ? തൊടല് പൊട്ടണം, 6 പറ്റണം. എന്തോ പറ്റും? കടി പറ്റും. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെക്കുറിച്ച് വിചാരപ്പെടുക. അതുകൊണ്ടാണ് ഒരിക്കൽ കർത്താവ് ഇങ്ങനെ വള്ളത്തിൽ പോകുമ്പോൾ സുഖം ഉറക്കുക. അപ്പം ഇവരൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരം ഇല്ലയോ? നമ്മളെക്കുറിച്ചാണ് വിചാരപ്പെടുന്നത്. എന്തോ വിചാരപ്പെടുന്നത്? തൊടല് പൊട്ടും, 6 പറ്റും, കടി പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നാളെക്കുറിച്ച് എന്ത് ചെയ്യരുത്? എൻ്റെ പൊന്നെ, നാളെക്കുറിച്ച് നമ്മൾ വിചാരപ്പെട്ടാലും ഇത്രയേ വിചാരപ്പെടത്തുള്ളൂ. എന്നാൽ നിന്നെക്കുറിച്ച് എനിക്കുള്ള വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മീതെ, ഹല്ലേലൂയ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വഴികൾ എൻ്റെ വഴികളിലും നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങളെ, വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ ഇന്ന് രാത്രി നാം ധ്യാനിക്കുമ്പോൾ ഓർത്തോണം, നമ്മളെക്കാട്ടിലും വലിയ വഴികൾ ദൈവത്തിനുണ്ട്. ഒരു വഴി അടയുമ്പോൾ 1000 വഴി തുറക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജാതിനായ ദൈവത്തെ ഒരു രാജാവിനെയും കൊണ്ട് അവര് കൽപ്പന കൊടുപ്പിക്കുന്നു. 2, പണം പ്രശ്നമാണ്. കുട്ടത്തു പൈസ, ഫ്രീ വിൽ ഓഫറിങ്. എത്ര? $21 മില്യൺ ഈക്വലായിട്ടുള്ള തങ്കക്കാശ്. അപ്പം ദൈവത്തിൻ്റെ ആലയം പണിയാൻ പണം പ്രശ്നമാണോ? അല്ല. ആണോ? അല്ല. ഇവിടെ $21 മില്യൺ എടുക്കുമ്പോഴും അച്ഛൻ 500 തിരുമ്മിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക. ഇല്ലാത്ത അച്ഛനല്ല, വലിയ അച്ഛനാ. അച്ഛൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാം. ഒരാൾ എന്നോട് പറയാണ്, എത്ര വർഷമായെന്നറിയാം. പുള്ളി എന്നെ കാണുമ്പോഴെല്ലാം പറയും, പ്രിൻസ് മാസ്റ്ററെ വിളിച്ച് ഞങ്ങൾക്കൊരു നല്ല കൺവെൻഷൻ നടത്താൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പറയാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു പാവം പിടിച്ച അച്ഛൻ 100 കൺവെൻഷൻ നടത്തി, ശതാബ്ദി കൺവെൻഷൻ നടത്തി. പുള്ളി മരിച്ചും പോയി. ഇവരാലോചിക്കുക അല്ലാതെ ഒരു കാര്യം നടക്കുമോ? ഇല്ല. പക്ഷേ ആലോചിക്കുന്നവരെ കൊണ്ടൊന്നും കർത്താവിന് ഒരു കാര്യവും നടക്കുന്നില്ല. എടുത്തു ചാടുന്നവരെ കൊണ്ടേ കർത്താവ് വല്ലതൊക്കെ ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കരുത്, എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കരുത്. കർത്താവിന് ഒറ്റ കാര്യമേ ഉള്ളൂ, ചാടാൻ റെഡി ആയാൽ നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. ആകാശം ഭൂമിക്ക് ഹല്ലേലൂയ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. അപ്പോൾ നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എന്താണ്? പണം. 2, ഓർഡർ കിട്ടി. അവിടുന്ന് ഇത്രേ ഒരു ഗ്രൂപ്പിക്ക് വന്നു. എത്ര പേരാ വന്നെന്ന് നോക്കിയേ? ഏതാണ്ട് 40,000 പേരാണ്. വായിച്ചോ, എവിടെ? 2-ാം അധ്യായത്തിൻ്റെ 64, 2:64. സഭ ആകെ അവർ ദാസന്മാരായ, അല്ല, 64-ാമത്തെ വാക്യം, സഭയാകെ 40,360 പേർ. അവരൊക്കെ പറഞ്ഞേ 40,360 പേരാണ്. അത്രയും നേരത്തിന് പണിയാൻ വേണ്ടി വന്നത്. ഇന്ന് രാത്രി യോഗത്തിന് ഇത്രയും പേരെ കൂട്ടിയത് എന്ത് പാടുപെട്ടായിരിക്കും. ബാക്കി എല്ലാവരും എവിടാ? ബാക്കി എല്ലാവരും പ്രവാസത്തിലാണ്, ലൈവിലിരിക്കുന്ന പ്രവാസികളോട് പറയുകയാണ്, ലൈവിലാണ്. എന്ത് പാടാ? ലൈവിലല്ലേ? എവിടാണ്? അതും എവിടാ? വീഡിയോ ഓഫ് ചെയ്ത്, സൂം ഉണ്ടെങ്കിൽ. പ്രവാസത്തിൽ. ഇവിടെ 40,000 പേര് വന്നു. എന്നിട്ടോ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. 200 സംഗീതക്കാരത്തികളും ഇവിടെ ഇമ്മാനുവലും മാത്രം പാടുക. എത്ര പേരാ പാടാൻ വന്നേ? 200 പേർ സംഗീതക്കാരും കൊയറും. എവിടുന്ന് വന്നു? മെഗാ കൊയറൊക്കെയാണ് വരുന്നത്. ആലയത്തിലൊക്കെ മെഗാ കൊയറ്.
200 പേര്, വലിയ പരിപാടിയാണ്. 40,000 പേര് വന്നു. എന്തോ പണിയാനാണ്? ആലയം പണിയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. അപ്പം തടസ്സങ്ങളൊക്കെ മാറും. കാരണം ഇത് മാനുഷികമല്ല, ദൈവികമാണ്. ദൈവമാണ് പറഞ്ഞത്, ഞാൻ പണിയും, ഞാൻ മടക്കി വരുത്തും. ഹല്ലേലൂയ, ഞാൻ കോരശിനെ ഉണർത്തും. അങ്ങനെ അവര് വന്നു. ഇനിയും ഇവരെല്ലാവരും കൂടെ വന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി. 70-ാം വാക്യം 2:70. പുരോഹിതന്മാരും ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദേവാലയദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. ഇവരെല്ലാം കൂടെ വന്നത് എന്തോ പണിയാനാ? ആലയം പണിയാനാ. ആലയം പണിയേണ്ടത് എവിടാ? യെരുശലേമില. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പെതുക്കെ ഇവർ വന്നപ്പോഴാണ് അറിഞ്ഞത് കൊച്ചപ്പൻ അപ്പുറത്തുണ്ട്, കൊച്ചമ്മ അപ്പുറത്തുണ്ട്, അപ്പാപ്പൻ അപ്പുറത്തുണ്ട്. പെതുക്കെ എല്ലാവരും എങ്ങോട്ട് പോയി? താന്താങ്ങളുടെ പട്ടണത്തിൽ പോയി. ഇതും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒരു പർപ്പസിന് വേണ്ടി വന്നപ്പോഴാണ് പെതുക്കെ ബന്ധുവീട് സന്ദർശനം തുടങ്ങി. എല്ലാവരും പോയി അവിടെ കഞ്ഞിയും കപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ നിന്നു. പഴയ അച്ചായന്മാർ, മോൻ ഏതാടാ? യോ അറിയത്തില്ലയോ, ഞാൻ ഇന്നാടെ മോനെ. ആണോ? വാ മക്കളെ ഇരിക്ക്, നിന്റെ ഒരു ഇച്ചിരി വസ്തുവൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പുള്ളിയൊക്കെ ഇവരെല്ലാം താന്താൻ്റെ പട്ടണയിൽ പാർത്തു. പക്ഷേ പ്രവാചകൻ പറയുന്നു അങ്ങനെയല്ല. ഇവിടെ എസ്രാ പറഞ്ഞു, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം കൽപ്പന കൊടുത്തു. എന്താണ്? എല്ലാവരും യെരുശലേമിൽ വന്നുകൂടി. ഇവരെങ്ങനെയാണ് യെരുശലേമിൽ വന്നുകൂടിയെന്ന് 3:1 ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ടു. എല്ലാവരും പറഞ്ഞ്, ജനം എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. എല്ലാവരും പറ, ഒരുമനപ്പെട്ടു. ഇത് വളരെ ഗൗരവമായിട്ട് ഓർത്തോണം. ഒരുമനപ്പെട്ടു. ദേവാലയം പണിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരുമനയില്ലാത്തതാണ്. ഒരുമനയുണ്ടോ ഏത് മഹാപർവ്വതവും മാറും. എന്തുകൊണ്ട് ഒരുമനപ്പെടണം? എല്ലാം ശരിയായതുകൊണ്ടല്ല ഒരുമനപ്പെടുക. എല്ലാ രീതികളും ഒന്നായതുകൊണ്ടല്ല. ഒരുപക്ഷെ രീതികളിൽ വൈരുദ്ധ്യങ്ങൾ കാണാം. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകണം. ഞാനൊരു ചെറിയ രീതി വ്യത്യാസം പറയാം. ഈ എളിയവന് മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. എൻ്റെ അരയിലെ മുണ്ട് നിൽക്കും. ഞാനിപ്പം നല്ല പ്രായത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ചാടിയാലും തുല്ലിയാലും ഓടിയാലും എൻ്റെ മുണ്ട് പറഞ്ഞു പോകത്തില്ല. കാരണം ഞാൻ മുണ്ട് കൊടുത്ത് പഠിച്ചവൻ. അത് കൊടുക്കുക. ഇപ്പം പിന്നെ ഇച്ചിരി വയറൊക്കെ വെച്ചുകൊണ്ടിന്ന് സൂക്ഷിക്കണം. ചെറിയൊരു ഇച്ചിരി അല്ലെങ്കിൽ മുണ്ട് പോത്തേ ഇല്ല. അതേസമയം ടിനുപാഷ് മുണ്ടിട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ഓർക്കാവോ? പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി കൊണ്ട് അതൊക്കില്ല. അതുകൊണ്ട് മുണ്ടെടുത്ത് ഞാനും പാൻറ് ഇട്ട ടിനുപാഷും തമ്മിൽ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കോസ് എന്നാണ്, ദൈവരാജ്യം എന്നുള്ളതാണ്. ആശയവൈരുദ്ധ്യങ്ങളുണ്ടോ? ഉണ്ട്. രീതികൾ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഉണ്ടാകണം. പക്ഷേ ഉള്ളപ്പം പോലും നമുക്ക് ആകെപ്പാടെ ഒരമ്മ പറ്റ മക്കൾക്ക് എന്തെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ അവരെ യോജിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അമ്മ പറ്റ മക്കൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ മക്കളെ വേറൊരുത്തിന് അടിക്കട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് മറ്റൊരാൾ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഇച്ചിരി വഴക്കളിയൊക്കെ ആയിരുന്നു. അത്യാവശ്യം അന്നത്തെ കാലമല്ലേ, ഇപ്പോഴൊന്നും ഇല്ല. അന്നത്തെ കാലത്തെ വഴക്കുണ്ടാക്കുമ്പോൾ എൻ്റെ അപ്പ പിടിച്ചു കെട്ടി അപ്പായെ വീട്ടിൽ കൊണ്ടുവരാൻ നേരത്തെ ഈ അപ്പറ്റ ചേട്ടനെ അടിച്ചവരെ അടി കൊണ്ടവർ ഈ കെട്ടിയ പുള്ളിയെ കെട്ടിയിട്ടപ്പോൾ അടിക്കാൻ വന്നു. അപ്പം അന്ന് എൻ്റെ അപ്പന് ഉപദേശിയാണ് കേട്ടോ. അപ്പോൾ ഉപദേശിയാന്നേലും അപ്പ പറഞ്ഞെന്ന്, ചേട്ടനെ പിടിച്ചു കെട്ടി വീട്ടിൽ കൊണ്ടുപോകാൻ അറിയാമെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഒരിതാണ്. അത് എന്താണ്? ബ്ലഡാണ്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഉപദേശിയാ, ഞങ്ങൾ എൻ്റെ അപ്പന് 60 വർഷം അവർ ഇപ്പം ആകുകയാണ്. 50 വർഷം സുവിശേഷ വേല ചെയ്തു. അപ്പച്ചനും എൻ്റെ പപ്പായും കൂടെ അന്ന് ബിസിനസ്സും ഉണ്ട്, സുവിശേഷകലമുണ്ട്. കടയടച്ചിട്ട് വരുമ്പം ഇലക്ഷൻ്റെ പ്രചരണം നടക്കുക റാന്നിയിൽ. ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ഞാനത് വളരെ എന്നാലും അത് ഞാൻ ആ സംഭവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ കൊച്ചപ്പച്ചൻ ഇലക്ഷന് ഒരു പൊളിറ്റിക്കൽ ഫിഗറായിരുന്നു. അപ്പോൾ പുള്ളി അത്യാവശ്യം അന്ന് ഇലക്ഷന് പ്രസംഗിക്കുമ്പോൾ ഏറ് വന്നപ്പോൾ സ്റ്റേജിൽ ഇരുന്നവരെല്ലാം ഇറങ്ങിക്കൂടി. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ അപ്പച്ചൻ മാത്രം ഓടാനൊക്കത്തില്ല. അപ്പോൾ എൻ്റെ ഉപദേശി വല്യപ്പൻ എൻ്റെ ഉപദേശി മോനോട് പറഞ്ഞു, അവൻ എൻ്റെ അനിയനടാ, മുമ്പിൽ പോയി നിൽക്കാൻ.
അവനെൻ്റെ അനിയനാടാ, മുമ്പിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പം പ്രസംഗിക്കുന്ന പുള്ളി, ബാക്കി എല്ലാവരും ഓടിപ്പോയി. സംഭവം അവർ വിളിച്ചുകൊണ്ടിരുന്നത് പുന്നപ്പറയിൽ വയലാറിലൊക്കെയാണ്. പക്ഷേ ഏറ് വന്നപ്പോൾ ഒരുത്തനും ഇല്ലായിരുന്നു. എല്ലാവരും ഓടിപ്പോയപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ അപ്പനോട് പറഞ്ഞെന്ന്, എൻ്റെ അനിയനാണെന്ന്. അപ്പം നമ്മൾ വിശ്വാസം അതൊക്കെ നിൽക്കുക, നീ അവിടെ പോയി നിന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, ഏറ് വന്നാൽ മേടിച്ചോണം. സ്വന്തം മോനെ മുമ്പിൽ നിർത്തി. കാരണം എന്ത് കിട്ടാനാ? ഏറ് കിട്ടാൻ. എന്തിൻ്റെ പേരാ? ഒരമ്മ പെറ്റ മക്കളെയാ. പക്ഷേ ഇന്ന് ഈ അമ്മ പെറ്റ മക്കളൊന്നും ഇങ്ങനെ ചെയ്യാത്ത ഒറ്റ കാര്യം കൊണ്ടാ, ആസ്പിരിൻ എടുക്കുന്നതുകൊണ്ടാ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയും. പക്ഷേ ഇന്ന് ബ്ലഡ് ഒട്ടത്തില്ല. ഒറ്റ കാര്യം, എല്ലാവരും എക്കോസ്പ്രീൻ എടുക്കുക. ചോദിച്ചു നോക്കേ, ഡോക്ടറോട് ഇരിപ്പുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒട്ടാത്തെ. പക്ഷേ ഒരമ്മ പെറ്റ മക്കൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒക്കെ നിൽക്കും. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, നമ്മളൊരമ്മ പെറ്റവരാ. എവിടാ? കാൽവറിയുടെ ചങ്കിനകത്തുനിന്ന് പുറത്ത് വന്നവർക്ക് ഒറ്റ ദർശനമുള്ളൂ. ആ ദർശനം അഭിപ്രായ വ്യത്യാസങ്ങളല്ല, ആശയവൈരുദ്ധ്യങ്ങളല്ല. ഒറ്റ കാര്യം, ദൈവരാജ്യം പണിയപ്പെടണം. കാരണം ഇനിയും വരുന്ന ഒരു തലമുറ, നമ്മൾ കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ എത്ര വർഷം കാണും? ചിന്തിക്കാനൊക്കത്തില്ല. 10-30 വർഷമൊക്കെ കാണും. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞേ, പൊന്നു പാർഷേ 70 പറഞ്ഞു പറ്റിച്ചു. ഞാൻ ചോദിച്ചു ആര്? അദ്ദേഹം എന്നെ പറ്റിച്ചു. ഞാൻ ചോദിച്ചു ആര്? പറ്റിച്ചെന്നെ. ഞാൻ ചോദിച്ചു ആര്? മോശ. 70-80 എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചാകാൻ റെഡിയായപ്പം പുള്ളി 120 വരെ സുഖമായിട്ട് ജീവിച്ചില്ലേ? മോശമല്ലേ പാർഷേ കാണിച്ചേ? കാരണം ഞാൻ ഒരു 50 കഴിഞ്ഞപ്പോഴേ എന്തിനു റെഡിയായി. എന്നിട്ട് ഈ പുള്ളി എത്ര വരെ ജീവിച്ചു കണ്ണിന് കുഴപ്പമില്ലാതെ? ഞാനിപ്പോഴേ എന്ത് തീരും എൻ്റെ കഷ്ടം എന്നൊക്കെ ചോദിച്ചിരുന്നപ്പോഴാ 70. അതുകൊണ്ട് മോശം പറ്റിച്ചു എന്ന് പറഞ്ഞ ഒരാൾ രസം തോന്നി. ചിന്ത എവിടെങ്കിലും ആയിക്കോട്ടെ. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ ഓർത്തോണേ, നമ്മൾ 10, 20, 30 വർഷം കഴിയുമ്പം പോയാലും ദൈവരാജ്യത്തിൽ മക്കൾ കാണണമെങ്കിൽ നമ്മൾ മുമ്പിൽ നിൽക്കണം. എങ്ങനെ നിൽക്കണം? ഒന്നിച്ച് നിൽക്കണം. എന്നാ കാര്യം? ഒരുമനപ്പെട്ട് നിൽക്കണം. വരും തലമുറയ്ക്ക് വേണ്ടി ഒരുമിക്കണം. ഒരുമിച്ച് ഒക്കത്തുള്ളൂ, വേണ്ടേ? ഒരുമിക്കണം. അവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. കാരണം എന്തോ പണിയണം, ആലയം പണിയണം. ഒരുമനപ്പെട്ടു. എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു കഴിഞ്ഞപ്പോൾ അടുത്തത്, അവർ എഴുതിയിരിക്കുന്നത് പോലെ എഴുന്നേറ്റ് നിന്നു. ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ചെയ്തൊരു കാര്യം, എഴുതിയിരിക്കുന്നത് പോലെ ഉണ്ടോ? എവിടെ? 2-ാമത്തെ വാക്യം. സെരുബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ. എല്ലാവരും പറഞ്ഞേ, എന്തുപോലെ? എഴുതിയിരിക്കുന്ന പോലെ. എന്നോട് പറഞ്ഞേ, എന്തുപോലെ? എഴുതിയിരിക്കുന്ന പോലെ. എന്ത് പണിതു? യാഗപീഠം. എല്ലാവരും പറഞ്ഞേ, എന്ത് പണിതു? യാഗപീഠം പണിതു. എന്നിട്ട് എങ്ങനെ പണിതു? പണ്ടത്തെ നിലയിൽ തന്നെ എന്ത് ചെയ്തു? പണിതു. എങ്ങനെയായിരുന്നോ അതുപോലെ പണിതു. എപ്പോഴും ഓർത്തോണം, ഉണർവെന്ന് പറയുന്നത് നവീകരണമല്ല കേട്ടോ. ഒരിക്കലും ഉണ്ടാകാത്ത എന്തോ സംഭവിക്കുന്നൊന്നുമല്ല ഉണർവ്. യഥാർത്ഥ ഉണർവ് പൂർവീകരണമാണ്. എന്താണ് പൂർവീകരണം? അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പണ്ടത്തെ നിലയിലേക്ക് അവർ ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ കൂടി വന്നു. രക്ഷിക്കപ്പെടുന്നവർ ദിനംപ്രതി സഭയോട് ചേർന്നു. അതിന്റെ പേരാ ഉണർവ്. ഹല്ലേലൂയ. അതിന്റെ പേരാണ് എന്ത്? ഉണർവ്. പണ്ടത്തെ നിലയിൽ. ഏത് നിലയിൽ? വചനത്തിന്റെ പണ്ടത്തെ നിലയിൽ. അങ്ങനെ അവർ കൂടാര പെരുന്നാൾ ആചരിച്ചു. മുമ്പോട്ട് പൊക്കോട്ടെ. എന്നിട്ട് എത്ര വയസ്സ് മേല്? 8-ാം വാക്യം, 2-ാമത്തെ ഭാഗ്യം. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിന് പണി നടത്തുവാൻ എന്ത് ചെയ്തു? നിയമിച്ചു. 20 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവർക്കും. ഇവർ മുമ്പത്തെ ആലയം കണ്ടിട്ടുള്ളവരല്ല, പ്രവാസത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, 20 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവർക്കും ആലയം പണിയിൽ ഒരു ഭാഗമുണ്ട്. ചുരുക്കത്തിൽ ഒരാൾ പോലും മാറ്റി നിർത്തണ്ട. എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. ഓരോരുത്തർക്കും ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട് ആലയം പണിയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒത്തിരി അടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇനിയും അത് പറയാൻ ഇഷ്ടമായതുകൊണ്ടാ. എല്ലാവർക്കും ഒരു റോളുണ്ട്. എവിടെ? ആലയം പണി. കരം കൊടുത്ത് പറഞ്ഞേ, എല്ലാവർക്കും ഒരു റോളുണ്ട് ആലയം പണി. എൻ്റെ കൂടെ ബിടെക് കഴിഞ്ഞ 3-4 പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ ഇടയ്ക്ക് ജോലി കിട്ടി, ജോലി പോയി, ജോലി വന്നു. ഇപ്പോഴും ബിടെക് ഒന്നും. എന്നാലും എനിക്ക് സന്തോഷമാണ്. എല്ലാവരും
സെറ്റിലായി. ഒരുമാതിരിപ്പെട്ടവരെല്ലാം സെറ്റിലായി. എങ്ങനെ സെറ്റിലായെന്ന് ചോദിച്ചാൽ, ബിടെക് കഴിഞ്ഞ് അവർക്ക് പണിയില്ലായിരുന്ന സമയത്തെല്ലാം അവിടെ പണി ഞായറാഴ്ച വരിക, വണ്ടി കഴുകുക, വണ്ടി ഓടിക്കുക. ബിടെക് കഴിഞ്ഞ് മുഴുവൻ പിള്ളേരും. അപ്പോൾ അവർ ചിലപ്പോൾ വേണമെങ്കിൽ ഡ്രൈവർ ഇങ്ങോട്ട് വന്നേ, വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടെ എന്നൊക്കെ പറയും. അന്നേരം പറയാനൊക്കെ ഞാൻ ബിടെക്കാണ്, എന്നെ ഡ്രൈവറെന്ന് വിളിക്കരുത്. അവർ വളരെ സന്തോഷത്തോടെയാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് അവർക്കാർക്കും ഒരു ദോഷവും വന്നില്ല. എല്ലാവർക്കും ഒരു പണിയാണ്. അപ്പോൾ ഒരു അച്ചായൻ എന്നോട് വന്ന് ചോദിച്ചു, അച്ചായ ഞാനിതിവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണ്ടേ? ചെയ്യണം. എന്തോ ചെയ്യാൻ അറിയാം? അതൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തോ ചെയ്യാം? അച്ഛൻ എന്തോ അറിയാം? എന്നോ അറിയാമെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നല്ല ചായ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. ചായ അടിക്കാൻ വേണ്ടി അറിയാം. ഞാൻ പറ്റുന്ന എല്ലാ സംവിധാനവും ചെയ്തു. ഞായറാഴ്ച രാവിലെ 5:30 ആകുമ്പോൾ അദ്ദേഹം വരും. 6 മണിയാകുമ്പോഴത്തേന് ആൾക്കാർ വരും, ചായ അടി തുടങ്ങും. ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ പറയുന്ന പറയണം, അച്ഛാ ഒരു സ്ട്രോങ് കടുപ്പത്തിൽ മധുരം കൂട്ടി ചായ കുടിച്ചാൽ കയറുന്നേ. പുള്ളി കൺവെൻഷനൊക്കെ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ചെറിയ ബോക്സ് ഇങ്ങോട്ടൊന്ന് വെച്ചേക്കണം. എന്തിനാ? പാട്ട് കേൾക്കാൻ. അന്യഭാഷ പറഞ്ഞാൽ ചായ അടിക്കുന്നത്. അത് കാണാനൊരാൾ അതിനൊരു വീഡിയോ എടുത്തിറക്കി. അത് എന്ത് പേര് കണ്ടെന്നറിയാം? കാരണം കൺവെൻഷൻ നടക്കുമ്പോൾ പുള്ളി പറയുന്നു ചായ അടിക്കുക. തുള്ളിച്ചാടി ചായ അടിക്കുന്ന ചായക്ക് എന്നെ രുചിയാണെന്നറിയാമോ? അതാണത്. അപ്പം എല്ലാവർക്കും ഒരു ജോലി ഉണ്ടോ? ഉണ്ട്. അച്ഛൻ്റെ പേര് വത്സലച്ചായ എന്നാണ്. ഞായറാഴ്ച തരത്തില്ല, അല്ലാത്തപ്പം വേണം വിളിച്ചോ, അന്യഭാഷയുടെ ചായ കിട്ടും. മൈക്ക് സെറ്റ് പുള്ളി പാട്ട് പാടിയാണ് ചായ അടിക്കുക. എന്തൊരു രസമെന്നറിയാം കാണാൻ. അപ്പോൾ ഒരു വട്ടം നമ്മുടെ അന്ന് ടിനിപ്പാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മോഹൻ സിലാസന സാറിൻ്റെ ഒരു മീറ്റിംഗ് കോവിഡിന് മുമ്പ് നടന്ന ഏറ്റവും വലിയ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ലൊരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. ഇവരെല്ലാം എന്നോടൊപ്പം സഹകരിച്ചവരാണ്. പ്രിയപ്പെട്ട ദൈവദാസൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇവിടെയുള്ള ദൈവമക്കൾ ഒത്തിരി പേര് വന്നു. എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലകളിലും കാണിച്ച കൂട്ടായ്മകളുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് വന്നപ്പോൾ ഒരു വന്ദിനായ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ബഹുമാനായ ഒരു ദൈവദാസൻ, അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹം ഈ മീറ്റിങ്ങിന് വേണ്ടി വന്നാണ്. അദ്ദേഹം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ടുവന്ന് അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു വാഹനം ഓടിച്ച ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ പറഞ്ഞു, പക്ഷേ പ്രസംഗിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല, ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ചായ രാവിലെ തൊട്ട് എത്ര പേർക്ക് അടിച്ചു. പുള്ളിയുടെ മുഖത്തൊരു വെട്ടമുണ്ടായിരുന്നു പറഞ്ഞു. ആ വെട്ടം ഒരു വെട്ടമായിരുന്നു. അപ്പോൾ സത്യത്തിലൊന്ന് ദേവാലയത്തിലൊരു ജോലിയാണ് എല്ലാവരെയും നോക്കി ചിരിക്കുന്നത്. അത്രയും ചെയ്യാമോ? രക്ഷപ്പെട്ടു. എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഞായറാഴ്ച ഇവിടെ വരുന്നവരെ നോക്കി എന്ത് ചെയ്യണം? ചിരിക്കണം. മോഹം കറുപ്പിച്ച് പോകരുത്. ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്പീഡിൽ പോകരുത്. ഇനിയും യോഗം തുടങ്ങി കഴിഞ്ഞ് വരികയും തീരുന്നതിന് മുമ്പ് ഓടുകയും ചെയ്യുന്നവർ ദയവായി വരരുത്. ലൈവ് കേട്ടാൽ മതി. എനിക്ക് സങ്കടം വരികയാണ്. ആസ്വാദം പറഞ്ഞില്ല, പോവാ. അന്നേരം എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയാം? ജനഗണമനയതിനായക ജയഹേ ഭാഗ്യവിധാത. ഏറ്റവും ഒടുവിലുണ്ട് ദേശീയഗാനം. എല്ലാ ബഹുമാനത്തോടെ ആദരം. ജയഹേ ജയഹേ ജയ 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 ഹേ. എങ്ങോട്ടാ? അന്നേരത്തേന് എവിടെ എത്തും? ഒറ്റ ഓട്ടമാണ്. വാതുക്കൽ ഇടിച്ച് കുത്തി തെള്ളിയിട്ട്. അത് പള്ളിക്കൂടം. ഇത് പള്ളിക്കൂടം അല്ല. ഹല്ലേലൂയ. ആണോ? അല്ല. അങ്ങനെ പോകരുത്. ഒരു ജോലിയാണ്. എല്ലാവരെയും നോക്കി എന്ത് ചെയ്യണം? ചിരിക്കണം. സഹോദരൻ എവിടുന്നാ വന്നത്? ഇന്നടുത്തുനിന്നാ വരണം. ചിലരുണ്ടേ വരത്തില്ലേ, പറയത്തുമില്ല. അസുഖമാണെ പറയത്തുമില്ല. അത് അറിയാമെങ്കിലും നമ്മളോടും പറയത്തില്ല. വേണേ അറിയട്ടെ, അത് അവരുടെ ജോലിയല്ലേ. അത് പാസ്റ്റർ അറിയണമായിരുന്നു. എങ്ങനെ? ഞാനെങ്ങനെ അറിയുന്നത് അവർക്ക് അസുഖമായിട്ട് കിടന്നു? എടാ എന്നോടൊന്ന് പറയണ്ടേ? അത് അറിയണമായിരുന്നു. അറിയണമായിരുന്നു. അറിയണമായിരുന്നേ. നമ്മളെങ്ങനെ അറിയുന്നേ? കൊച്ചിൻ്റെ ഏത് ക്ലാസ്സിലാണ് പഠിക്കും ചോദിച്ചാൽ നമ്മൾ തെറ്റുമ്പം ഭാര്യ തിരുത്തുന്നത് നമ്മളോടാണ്. നമ്മൾ അതുപോലെ ചിലപ്പോൾ മറന്നു. അപ്പം ഇതൊരു ജോലിയുടെ ഭാഗമാണ്. എനിക്കൊരു ദൈവദാസനോട് ഞാൻ അഭിമാനത്തോട് പറയും, ഞങ്ങളുടെ സഭയിൽ സഹോദരന റയിച്ചാന്ന് പറയും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ഞായറാഴ്ചയും പുള്ളി വന്ന് തെക്കും പൊക്കും നോക്കിയിട്ട് പറയും, പക്ഷേ ഇന്നാരും അവിടെ ഇല്ലായിരുന്നു.
ഒന്ന് അന്വേഷിച്ചേക്കണം. പുള്ളിക്ക് അറിയാവുന്ന 5-6 പേരെ നോക്കിയിട്ട് ഇന്നാരെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടും. യോഗം കഴിഞ്ഞാൽ ഉടനെ പുള്ളിയുടെ മെസ്സേജ് വരും, ഇന്നാരെ ആ സീറ്റിൽ കണ്ടില്ല, വേറെ വെളുത്തിരിപ്പുണ്ടോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, പാസ്റ്റ് ഒന്ന് എന്ത് ചെയ്തേക്കണം, അന്വേഷിച്ചേക്കണം. സല്യൂട്ട്, വാഴ്വ്, ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അതൊരു ജോലിയല്ലേ. അപ്പം ഇതെല്ലാം ഒരുമനപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. അപ്പം ദേവാലയം പണിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. പറഞ്ഞേ, ഒരുമനപ്പെടണം. പള്ളി ഇല്ലെങ്കിൽ പിള്ളേർ കാണത്തില്ല അടുത്ത വർഷം. അതുകൊണ്ട് പള്ളി പണിയണം. അവരുടെ ആഗ്രഹമാണ് ദേവാലയം പണിയണം. ദേവാലയം പണിതെങ്കിൽ മക്കളൊക്കെ ഈ ദേവാലയവുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കണം. അവരുടെ ഓർമ്മകളിൽ ദേവാലയം കാണണം. വേണ്ടേ? അവരുടെ ഓർമ്മകൾ എന്ത് കാണണം? ദേവാലയം കാണണം. ദേവാലയം കാണണം. എല്ലാം ഒന്നും അവർ ഓർത്തില്ലെങ്കിലും ചിലതെങ്കിലുമൊക്കെ അവർ ഓർക്കത്തില്ലേ? അപ്പച്ചൻ്റെ കൂടെ പള്ളി വന്നതും അമ്മച്ചിയുടെ കൂടെ ചർച്ചിൽ പോയതും സൺഡേ സ്കൂൾ വന്നതും BBS പഠിച്ചതും ഒക്കെ അവർ ഓർക്കത്തില്ലേ? ഓർക്കണം. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയരെ, ആലയം വേണം, ആലയം പണിയണം. ആലയം പണിയണമെങ്കിൽ എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? ഒരുമനപ്പെട്ടേ ഒക്കത്തുള്ളൂ. ചേർന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഒരുമനപ്പെട്ടു. അവർ ഒരുമനപ്പെട്ട് ആലയം പണിതു. എത്ര വയസ്സിന് മേലുള്ള പിള്ളേരാ? 20 വയസ്സിന് മേലുള്ള പിള്ളേർക്കെല്ലാം എന്തോ ഉണ്ട്? ഒരു ദൗത്യമുണ്ട്. എല്ലാവർക്കും ദേവാലയത്തിലൊരു ദൗത്യമുണ്ട്. അങ്ങനെ വന്നു. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടത് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫിരായ ലേവ്യരെ എങ്ങനെ നിർത്തി? കൈത്താളങ്ങളോടും കൂടെ എന്ത് ചെയ്തു? കൂടെ നിർത്തി. എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അപ്പോൾ വലിയ ഉണർവുണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യം എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. എല്ലാവരും ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ, കൂടെ വേണം. കൂടെ നിർത്തണം. സംഗീതക്കാരത്തികളെ എല്ലാം എന്ത് ചെയ്തു? ചാരി അടുത്തിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ വഴക്ക് പറഞ്ഞു. അപ്പോൾ വഴക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചേ, സംഗീതക്കാരൻ എന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്റേ കൺവെൻഷൻ പ്രസംഗിയനല്ലേ? ആണോ? അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒരു എളിയ പാസ്റ്ററാ, എന്നാലും കൺവെൻഷനൊക്കെ പോകാറില്ലേ? ഉണ്ട്. എപ്പോഴായിരിക്കും പ്രസംഗിക്കാൻ ചെല്ലുന്നേ? ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എത്ര മണിയായി? എൻ്റെ കുറ്റമല്ല, ഞാൻ രാവിലെ ഇറങ്ങിയതാ. അതുവഴിയില്ല. പിന്നെ വണ്ടി ഓടി വന്നപ്പോഴത്തേന് എന്നോ പന്തളം വഴിക്ക് ഭയങ്കര ബ്ലോക്ക്, അടൂർ വന്നപ്പോൾ അതിലും ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലൊക്കെ ചിലപ്പോൾ വന്നില്ല. അപ്പം ഞാനിവിടെ വരാൻ താമസിച്ചപ്പോൾ പാസ്റ്ററിനെ വിളിച്ചു. അപ്പോൾ പാസ്റ്റർ എനിക്കറിയാം പാട്ടിത്തിരി അങ്ങ് ചവിട്ടി പിടിക്കും. അപ്പം ഞാൻ നേരത്തെ വന്നാൽ ചവിട്ടി പിടിക്കണമെങ്കിൽ ഇവർ വേണം, ഞാൻ നേരത്തെ താമസിച്ച് വന്നാൽ നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ആര് വേണം? പാട്ടുകാർ വേണം. അപ്പോൾ ഈ പാട്ടുകാരൻ പറയുകയാണ്, പക്ഷേ മൈക്ക് കൊണ്ട് വെച്ച് 5 മണിയായപ്പോൾ ചെക്ക് പറഞ്ഞ് പിന്നെ ഇത് തുടങ്ങി. പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ സോളയാണ്. കൺവെൻഷനൊക്കെ പണ്ട് സോളയാണ്. ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം നമുക്ക് വേണ്ടി, ഇതാണ് ആ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ അനുഗ്രഹിത ഗായകൻ സോ ആൻഡ് സോ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നതാണ്. അദ്ദേഹം വന്ന് ആലപിക്കും. പിന്നെ അത് കഴിയുമ്പോൾ കുമാരി നമുക്ക് വേണ്ടി എന്തോ ആലപിക്കും, സംഗീതം ആലപിക്കും. ഇത് കുറേ ആലപിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കൈയടിച്ച് എന്ത് ചെയ്യുന്നത്? പാടുന്നത്. അത് കഴിഞ്ഞാണ് എഴുന്നേൽപ്പിച്ച് ഇന്ന് പാടുന്നത്. അന്നേരമാണ് കൺവെൻഷൻ പ്രാസിങ്ങനെ ഞാൻ 7:45 ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. എൻ്റെ പൊന്നു ഭാഷ, ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയതാണ് ഈ കുറ്റം. ഞാനൊരു ചായ കുടിക്കാൻ പോയതിന് പേരിലാണ് എന്നോട് പറയുന്നേ. ചൂട് ചായ കുടിക്കാൻ ഞാനൊന്ന് ഇറങ്ങിപ്പോയി. പാസ്റ്റ് ഇപ്പോഴല്ലേ വന്നേ, ഞാൻ അങ്ങ് ഉരുകിപ്പോയി. ഞാൻ എപ്പോഴാണ് വന്നേ? അപ്പോൾ ഈ നേരത്തെ വരാൻ പിള്ളേർ വേണ്ടേ? വേണം. ക്യാമറ പിടിക്കാൻ പിള്ളേർ വേണ്ടേ? എനിക്കിതിൻ്റെ ഏക്കന്ന പൂക്കന്നറിയത്തില്ല, എനിക്ക് പാട്ടറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. എന്നോട് അതുകൊണ്ട് പൗരുഷയെ പാടുമ്പോൾ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, പറയുകയേ ചെയ്യാവൂ, തുടങ്ങരുത്. കാരണം പാഷ് തുടങ്ങിയാൽ കൂടെ പാടിയാൽ പിറ്റേ ദിവസം ഞങ്ങൾ പാടത്തില്ല. അവർക്ക് സ്കെയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട് ഈ സ്കെയിൽ? എനിക്ക് സ്കെയിൽ അറിയില്ല. അപ്പോൾ മരിച്ചു പോയ ഒരു ദൈവദാസനുണ്ട്, ഒരു പാവ നല്ലവൻ, നിങ്ങൾക്കറിയായിരിക്കും. കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ എത്രയോ രാവുകൾ
അത് പാടി പ്രസിദ്ധമാക്കിയ ഒരാളുണ്ട്. ആരാ? ബിജു കറുക്. പുള്ളിയുടെ ഒരു സാക്ഷ്യത്തിൻ്റെ പാട്ടായിരുന്നു. അത് എത്രയോ പേര് കേട്ടു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. എന്നെ വലിയ ഇഷ്ടമാണ്. പണ്ടേ ഞങ്ങൾ തമ്മിൽ കമ്പനിയാണ്. വളരെ ചെറുപ്പം. പുള്ളിയുടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പുള്ളി അന്ന് ഗിറ്റാർ അടിച്ച് നമ്മുടെ രാജു മാവേലിക്കര ആച്ചാൻ്റെ കൂടെ എലിയമ്മ ആൻറ്റിയുടെയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സിംഗേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു സംഗീതക്കാരനായിരുന്നു അദ്ദേഹം. അന്ന് എത്രയോ വർഷം മുമ്പ്. അപ്പോൾ എന്നെ വിളിക്കുന്നത് പിന്നെ പാസ്റ്റേന്നൊന്നും അല്ല, പ്രിൻസിപ്പലെന്നാ, മക്കളിങ്ങാന്നേ. ഇങ്ങനെ നടന്നാൽ ഒക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്താണ്? വല്ലതൊക്കെ അറിയാമെന്നൊരു ധ്വനി ജനിപ്പിക്കണം. ഞാൻ ചോദിച്ചു എന്തോ ചെയ്യണം? ഏതാ പാട്ട് പാടുന്നതെന്ന് എന്നോട് നേരത്തെ പറയാമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പം ഞാൻ അവസാനം പറയും. അപ്പം പുള്ളി പറയും അതിൻ്റെ സ്കെയിലെന്ന് പറഞ്ഞാൽ ഡി മേജറാണ്, സി മൈനറാണ്. അപ്പോൾ പാസ്റ്റർ ഇങ്ങോട്ട് കയറി എന്നിട്ട് അങ്ങോട്ട് നോക്കി പറയണം വിജാ ഡി മേജർ. അപ്പം കേൾക്കുന്നവർക്ക് തോന്നും എനിക്ക് വലിയ അറിവുണ്ടെന്ന്. എനിക്കൊരു അറിവില്ല. ഞാനേതായാലും പറഞ്ഞൊക്കെ ഒത്തു. അപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത് ഈ പറയുന്നതെല്ലാം ഒന്നും അറിയാവുന്നിട്ടല്ല, ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. കണ്ടോ ഇമാര് നേരത്തെ ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പം ഇതെല്ലാം അറിയാനായിട്ടാണോ? അല്ല. പക്ഷെ ഇതിനൊരാൾ വേണ്ടേ? വേണം. അപ്പോഴാണ് മൈക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തിരുന്നവർ ചിലപ്പം വെച്ചപ്പം കൂടിപ്പോവും. ഈ ചെല്ല് ഭയങ്കര കൂടാണ്. ഞാൻ ഇത് ലൈവ് പോവാ എന്നാലും പറയാം. ഞങ്ങളുടെ പൗരുഷലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ രസിക്കുന്ന പിള്ളേരാണ്, നല്ല പിള്ളേരാണ്, എന്നോ നല്ല മക്കളാണ്. അവരൊക്കെ കഷ്ടപ്പെടുകയല്ലേ കർത്താവിന് വേണ്ടി. എനിക്ക് അവരോട് ഭയങ്കര സ്നേഹം. അപ്പോൾ എൻ്റെക്ക് വലിയ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവർ പറയും കയറ്റി എന്ത് ചെയ്യണം, വെക്കണം. ഇപ്പം ഞാൻ വരുമ്പോഴേ പിള്ളേർ പറയും ശോകമാ കൂട്ടിപ്പിടിച്ചോണം, ശോകമാ കൂട്ടിപ്പിടിച്ചോണം. അത് കഴിയുമ്പോൾ ഷാജി പാസ്റ്റർ വരും, രൗദ്രമാ താത്തോളം, അല്ലെ അടിച്ചു പോവും. ഇതൊന്നും ഞാൻ കേട്ടതല്ല, അവർ പറഞ്ഞാ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിച്ചു പോവും. പുള്ളിയുടെ സൗണ്ട് എൻ്റെ സൗണ്ടാ. ഞാൻ പറയും ഷായിച്ച ഇങ്ങനെ പറയുന്നുണ്ടാ, എനിക്കങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസം എഴുന്നേക്കത്തില്ല. എവരി വൺ ഈസ് യുണീക്ക്. ഇത്രയുള്ള കാര്യം. ഓരോരുത്തരും യുണീക്കല്ലേ. പക്ഷേ ഇത് കൂട്ടാനും കുറയ്ക്കാനും ഒരാൾ വേണ്ടേ? അവർക്കറിയാമോ? എല്ലാവരും സൗണ്ട് എഞ്ചിനീയറൊന്നും പഠിച്ചിട്ടൊന്നും അല്ല വന്നിരിക്കും. ഞങ്ങളുടെ അടുത്ത് ഒരുത്തൻ ഇങ്ങനെ തിരിച്ചപ്പം ഒരച്ഛൻ പറഞ്ഞു ഞാൻ എന്താണ് കാണിക്കുന്നത്. അവൻ എനിക്കോട്ട് എഴുന്നിട്ട് പറഞ്ഞു അച്ഛാ എനിക്കിത് ഏക്കന്ന പൂക്കന്നാന്ന് അറിയത്തില്ല, ഞാൻ അവിടെ ഇവിടെയും തിരിച്ച് പഠിക്കുക. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യുകയാണ്. ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ടിരിക്കുക. അപ്പം ഇത് തിരിക്കാൻ ഒരാൾ വേണം. എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും വേണം. എല്ലാവർക്കും റോളുണ്ട്. വേണം. എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും എവിടെ നിൽക്കണം? പറഞ്ഞേ, കൂടെ ഉണ്ടോ? എല്ലാവരും എന്തോ ചെയ്യണം? കൂടെ നിൽക്കണം. പറഞ്ഞേ, എല്ലാവരും എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞേ, അയ്യോ എൻ്റെ പൊന്നെ, കൺവെൻഷൻ കഴിയുമ്പോൾ എന്തോ പാടായി. പ്രമേയ്സ് നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രമേയ്സ് കുറവാണ്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൂടെ വാരി നമ്മൾ കൊണ്ട് കളയുകയാണ്. എത്ര ദിവസം ഇതെല്ലാം കൊണ്ട് കത്തിക്കേണ്ടതുണ്ട്, കളയേണ്ടതുണ്ട്. അപ്പോൾ വലിയ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വലിയ കുഴിയൊക്കെ എടുത്ത് ഈ ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ട് കുഴിച്ചിട്ട് ഇതെല്ലാം ഒത്തിരി വലിയ പ്രോസസ്സല്ലേ. ഇതാര് ചെയ്യും? പാവം പിടിച്ച കുറേ പിള്ളേർ ഇതെല്ലാം കൂടെ വെട്ടി കോരി കൊണ്ടുപോവാ യോഗം കഴിഞ്ഞ്. എൻ്റെ പൊന്നെ, വെളുപ്പം കാലത്ത് വന്ന് അവരിതെല്ലാം കൂടെ കത്തിച്ചപ്പോൾ നാട്ടുകാരൻ്റെ അടുത്ത് തീ പിടിച്ചെന്ന്. അപ്പോൾ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കാൻ വേണ്ടി വിട്ടു. പക്ഷെ വിളിക്കാൻ പോയവൻ എൻ്റെ വീട്ടിൽ വന്ന് നോക്കി, എന്നെ വിളിച്ചോണത്തി ഫയർഫോഴ്സ് തീ പ്രിൻസേ നോക്കിയപ്പോൾ ആരാ? സഹോദരന്മാർ വെളുപ്പിനെ വന്ന് തീ കത്തിക്കുക, വേസ്റ്റാ. നാട്ടുകാരോർത്ത് ആകാശം മുട്ട തീ ഓർന്നപ്പം നമ്മുടെ ഒരു മേളിലുള്ളത് തീ പിടിച്ച വെളുപ്പിനെ നമ്മൾ ഉറങ്ങുക. പാവം പിടിച്ചവരെല്ലാം കൂടെ രാവിലെ വന്ന് എന്തോ ചെയ്യുക, വൃത്തിയാക്കുക. അപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ വേസ്റ്റ് ചുമ്മി കൊണ്ടിട്ടു. തിരിച്ചു വന്നപ്പോൾ അതിലൊരു മോള് നേഴ്സാ, അവൾ നിന്നിട്ട് കഷ്ടപ്പെട്ട് ഇതെല്ലാം കൊണ്ടിടുക. എന്നോട് വന്ന് പറയുക, പ്രിൻസിപ്പാസ്റ്ററേ എന്നാ കഞ്ഞേ. അപ്പോൾ ദേഹം മുഴുവൻ വേസ്റ്റങ്ങ്. അയ്യോ പാവങ്ങൾ. നാലും പാസ്റ്റേ, ഏഴകളും പൊടികളുമായ ആത്മാവിനാൽ പണിയപ്പെടാത്ത കൃപാവരങ്ങളില്ലാത്ത വചനത്താൻ്റെ നിറവില്ലാത്ത എളിവരെ ഉള്ളു എന്തു വാരാൻ. ആത്മാവിനാൽ പണിയപ്പെട്ട ഗ്ലോറി. ഒരാളെ പോസ്റ്റർ കെട്ടാൻ കിട്ടുമോ? ഇല്ല. അതിനാരാ വരുന്നേ? അതിന് ഈ മുടിയൊക്കെ ഉള്ള വളർത്തിയ പിള്ളേർ, അവരൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് മുടിയുള്ള പിള്ളേരെ ഒന്നും പച്ചക്ക് പറയണ്ട, അമ്മമാരെല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവും? അവൻ വേസ്റ്റ് വാരിക്കോട്ടെ, അവന് ശരിയായിക്കോളും. എന്നാലേ അവൻ നാളെ റെഡി ആകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ഭാരപ്പെടണ്ട, ഒരാളും പോകത്തില്ല.
എല്ലാവരെയും എന്ത് ചെയ്യണം? എല്ലാവരെയും കൂടെ നിർത്തണം. കാരണം ദൈവസഭ എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്തുന്നതല്ല, എന്ത് ചെയ്യുന്നതാ? കൂടെ നിർത്തുന്നത്. നമ്മുടെ ജോലി എന്ത് ചെയ്യുക? കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അവരെല്ലാവരും കൂടെ നിന്നു. കാരണം ഇവിടെ വ്യക്തിയല്ല വിഷയം, ദേവാലയമാണ് വിഷയം. 2026 നമുക്ക് ദൈവം തന്നാൽ വ്യക്തിയല്ല വിഷയം, നമുക്ക് എന്തോ പണിയണം? ദേവാലയം. ദേവാലയം എന്ന് ഞാൻ പറയുമ്പോൾ രണ്ടാണ്. അക്ഷരികമായ ആലയങ്ങൾ വേണം, ആത്മീയമായ ആലയം പണിയണം. എന്തിനു വേണ്ടി പണിയണം? വരാൻ പോകുന്ന ഒരു തലമുറ ഇവിടെ കാണണം കർത്താവിന് വേണ്ടി. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു 3 തലമുറയ്ക്ക് അപ്പുറത്ത് കർത്താവ് വരാൻ താമസിച്ചാൽ അങ്ങനെ താമസം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാലും പ്രിയരെ, നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എനിക്ക് ചെയ്യാനൊക്കുന്ന ഒരു സീഡുണ്ട്, കൂടെ നിൽക്കാനൊക്കും. ഈ വലിയ പ്രവർത്തിക്കായിട്ട് കൂടെ നിൽക്കാനൊക്കും. ഹല്ലേലൂയ. കൂടെ നിന്ന് ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ഈ അഹരോനും ഹൂരും ഒക്കെ പണിയുമ്പോൾ, മോശം നിൽക്കുമ്പോൾ അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് കൂടെ നിന്നതേ ഉള്ളൂ. ഹൂരിൻ്റെ കൊച്ചുമകൻ ബെസലേലിനെ ഞാൻ ആത്മാവിനാൽ നിറച്ച് ആലയം പണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചെങ്കിൽ കൂടെ നിൽക്കുന്നവരെയും കൂടെ നടക്കുന്നവരെയും ഒക്കെ കാര്യം തീർക്കുന്ന ആളിൽ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരെയും എന്ത് ചെയ്യട്ടെ? കൂടെ നിൽക്കട്ടെ. എല്ലാവരും കൂടെ നിൽക്കട്ടെ. എല്ലാവരും കൂടെ നിർത്തപ്പെടട്ടെ, കൂട്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവർ പാടി, അവിടുന്ന് നല്ലവനല്ലോ, അവൻ്റെ ദയാ എന്നേക്കുമുള്ളത്. ഇസ്രായേലിനോട് അവൻ്റെ ദയാ. അടുത്തത്, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ, 11-ാം വാക്യം, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടു. 10-ാം വാക്യം, 3:10, പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ. ഇനിയും 3:11-2, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. ഇവിടെ രണ്ടിടത്തും ആരാണ് ഇട്ടെന്ന് പറയുന്നില്ല. ഇനിയും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മൈന്യൂട്ടായിട്ട് ഇത് പറയുന്നുണ്ട്. രാജാവിന് അവരൊരു ഇടയ്ക്കൊരു സ്റ്റേ ഓർഡർ വന്നു. ആ സ്റ്റേ ഓർഡർ അഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ശേഷ്ബശർ എന്നൊരാളെ പറയുന്നുണ്ട്. ആ ശേഷ്ബശറിൻ്റെ കയ്യിലാണ് 1-ാം അധ്യായത്തിൽ കൊണ്ടുപോയ ദേവാലയം വക സ്ഥാനങ്ങൾ രാജാവെടുത്ത് തിരികെ കൊടുക്കുന്നത് ശേഷ്ബശറിൻ്റെ പേരിലാണ്. അത് 1:8 അവസാന വാക്യത്ത് കാണുന്നുണ്ട്. പാർസി രാജാവായ കോരശ് ഭണ്ഡാരവിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തെടുപ്പിച്ച് യഹൂദ പ്രഭുവായ ശേഷ്ബശറിന് എന്ത് ചെയ്തു? എണ്ണിക്കൊടുത്തു. ഇവിടെ എല്ലാം കൊടുക്കുമ്പോൾ കണക്കുകളുണ്ട് എന്ന് കാണുന്നുണ്ട്. ദൈവസഭയ്ക്ക് കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കുണ്ട്. എന്തിനു വേണ്ടി കണക്ക്? ദൈവസന്ധിയിൽ കണക്കാൻ വേണ്ടിയാണ്. എന്ത് കണക്ക്? ഇവിടെ എല്ലാം എണ്ണിക്കൊടുക്കുകയാണ്. കണക്ക് എന്തിന്? ദൈവസന്ധി. മനുഷ്യൻ്റെ മുമ്പിൽ പറയാനല്ല. എന്തിനാണ് ഓഫറിങ് വെച്ചേക്കുന്നത്? നമ്മുടെ പിതാക്കന്മാർ വെച്ചിരിക്കുന്ന ഓഫറിങ് എന്തിനാണെന്ന് ബാബുച്ചെറിയാൻ പാസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. ചില പറയും ഓഫറിങ് വേണ്ട, ഞങ്ങൾ ഓഫറിങ് എടുക്കത്തില്ല എന്നൊക്കെ ധാർഷ്ട്യത്തോടെ പറയുന്നു എന്ന് ബാബുച്ചെറിയാൻ പാസ്റ്റർ എന്ന ദാസ്, അദ്ദേഹം എന്നെ പല കാര്യങ്ങൾ ഉപദേശിക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്ററെ ഓഫറിങ് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? നമ്മുടെ പിതാക്കന്മാർ എന്തുകൊണ്ട് ഓഫറിങ് വെച്ചു? ഞാൻ ചോദിച്ചു എന്ത്? എടോ, ഉള്ളവനും ഇല്ലാത്തവനും പങ്കുചേരാൻ ഒക്കുന്ന ഒന്നേ ഉള്ളൂ. എന്താ? ഓഫറിങ്ങാ. ഒത്തിരി ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ നെഞ്ച് വിരിച്ചിടാൻ ഒക്കുന്ന എന്താ? ഓഫറിങ്ങാ. ഇനി ഇല്ലെങ്കിലും സ്വോത്രം ചെയ്താൽ മതിയല്ലോ. ഇല്ലെങ്കിൽ എന്താ? അതിൻ്റെ പേരിലൊന്നും ഇല്ല. അപ്പോൾ 2 കാശുള്ളവനും ഒത്തിരി ഉള്ളവനും ഒരുപോലെ പങ്കുചേരാൻ ഒക്കുന്നതിൻ്റെ പേരെന്താ? ഓഫറിങ്ങാ. അതാണ് ഓഫറിങ്. അത് ചെറിയ കാര്യമല്ല. അത് പിതാക്കന്മാർ അത് വെച്ചിരിക്കുന്നത് അതൊരു അപമാനമായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പാത്രം കൊണ്ടിങ്ങനെ വരുമ്പോൾ പിച്ചക്കാശെന്നോ ദണ്ഡപാത്രമൊന്നും വിളിക്കരുത്. എന്തുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്? ഇല്ലാത്തവനും കൂടെ പങ്കുചേരാൻ വേണ്ടിയാ, കുറവുള്ളവനും കൂടെ പങ്കുചേരാൻ വേണ്ടിയാണ് നമ്മുടെ ആത്മീയ പിതാക്കന്മാർ അത് അനുവദിച്ചത്. ഇവിടെ ഉച്ചനീചത്വങ്ങൾ വേണ്ട, ഉയർച്ച താഴ്ചകൾ വേണ്ട, വലിയവരും ചെറിയവരും വേണ്ട, എല്ലാവർക്കും ഒരുപോലെ പങ്കുചേരുവാൻ. ആരിൽ മറഞ്ഞ്? ക്രിസ്തുവിൽ മറഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ മറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് സ്തോത്രകാഴ്ച എടുക്കുന്ന അല്ലെന്നൊന്നും അഹങ്കാരം പറയലെന്ന് എന്നോട് പറയാം. എന്നാ കാര്യം? പാലിക്കാനൊക്കാത്ത ഒരു കാര്യവും പിന്തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കരുത്. വരും തലമുറകൾക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ഇട്ടുകൊടുക്കരുത്. പാരമ്പര്യമാണ്. ചിലർക്ക് അങ്ങനെ പറഞ്ഞവർക്ക് പിന്നെ അടുത്ത ആൾ വരുമ്പം തുടരാൻ ഒക്കുമോ? അദ്ദേഹം നടത്തണ്ട ഇത്. അപ്പോൾ എന്തുകൊണ്ട് ഓഫറിങ്? ഞാൻ പറഞ്ഞത് കൂടെ നിർത്തിയാണ്. ഇവിടെ വ്യക്തിയല്ല പ്രാധാന്യം. ആരാണ്? എണ്ണി കൊടുപ്പിച്ചു. എന്തിനാണ്? അത് ദൈവത്തിൻ്റെ ഒരു നീതി എന്നുള്ളൂ.
അല്ലെങ്കിൽ കണക്കുണ്ട്. ഇവിടെ നമ്മളും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേവാലയം പണിക്കുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെക്കാൻ കാര്യമുണ്ട്. വ്യക്തിപരമായി വരുന്ന പൈസയും പോകുന്ന പൈസയും ഒക്കെ എഴുതുന്നത് നല്ലതാണ്, പിള്ളേരാണെങ്കിലും. കാരണം ഒരു അക്കൗണ്ടബിലിറ്റി ആരോട് വേണം? മനുഷ്യനോടും വേണം, ദൈവത്തോട്. അപ്പോൾ അന്ന് പൈസയാണെങ്കിലും ഒരു ചിലവ് എഴുതി വെക്കുന്നത് നല്ലതാണ്. എന്തിനാ? നാളെ ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു സൂക്ഷ്മതയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഏതായാലും ഇവിടെ പറയുന്നത് ആരാണ് അടിസ്ഥാനം ഇട്ടെന്ന് പറയുന്നില്ല. ഷെഷ്ബശർ എന്ന് രാജാവിന് കൊടുക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഇവൻ്റ് നടന്നപ്പോൾ ആരാണ് അടിസ്ഥാനം ഇട്ടെന്ന് പറഞ്ഞോ? ഇല്ല. പണിയുന്നവർ എന്തോ ഇട്ടു? അടിസ്ഥാനം ഇട്ടു. പണിയുന്നവർ അടിസ്ഥാനം ഇട്ടു. പറഞ്ഞേ, ആരടിസ്ഥാനം ഇട്ടു? പണിയുന്നവർ. അവിടെ ആരാ ഇട്ടേ? ഇവിടെ എന്തുകൊണ്ടാണ് ഷെഷ്ബശർ ഇട്ടെന്ന് പറയാഞ്ഞത്? ഒറ്റ കാര്യമാണ്, ആലയത്തിന് അടിസ്ഥാനം ഇട്ടത് ആരെന്നുള്ളതല്ല വിഷയം. എല്ലാവരും ഇട്ടപ്പോൾ ഒരാൾ ഇട്ടു, പക്ഷെ അതെല്ലാവരും കൂടാണ് ഇട്ടത്. വ്യക്തിക്ക് പ്രാധാന്യമില്ലാത്തതാണ് ആത്മീയ ഉണർവെന്ന് പറയുന്നത്. വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം. ആർക്കാ പ്രാധാന്യം? കർത്താവിനാണ് പ്രാധാന്യം. ഇവിടെ ഞാൻ വിഷയമല്ല, ഞാനില്ല നീയില്ല, പക്ഷെ നമ്മളുണ്ട്. എൻ്റെ ഇല്ല നിൻ്റെ ഇല്ല, പക്ഷെ നമ്മുടേതുണ്ട്. അതിൻ്റെ പേരാണ് ദേവാലയം എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനില്ല നീയില്ല, പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. ആരാ നമ്മൾ? നമ്മൾ കർത്താവിൻ്റെ ഒരമ്മയുടെ മക്കളാണ്. കാൽവറി കുരിശിൽ തൻ്റെ ചങ്കിനകത്തുനിന്ന് പുറത്തു വന്ന മക്കളായതുകൊണ്ട്, അവർ ഒരു അപ്പത്തിൻ്റെ അംശങ്ങളായതുകൊണ്ട് ഇവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം. പിന്നെ ആർക്കാ പ്രാധാന്യം? ദേവാലയം പണിക്കാണ് പ്രാധാന്യം. വ്യക്തി അവിടെ അപ്രസക്തമാണ്. വ്യക്തിക്ക് പ്രാധാന്യം ഉണ്ടായ കാര്യങ്ങൾ നടക്കില്ല. നടന്ന ഒരു സംഭവമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, വലിയൊരു കാശുള്ള ഒരു അച്ചായൻ്റെ കുഞ്ഞിന് എന്തോ ഒരു ഭൂതോപദ്രവമൊക്കെ ഉണ്ടായി. ചില മാനസിക രോഗമുണ്ട്, ഭൂതോപരോഗമുണ്ട്. എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു ദുർശക്തിയുടെ വ്യാപാരമുണ്ട്. എന്നാലും ഇത് ഒരു പൈശാചിക ബന്ധനമാണെന്ന് മനസ്സിലായി ആ പോരാട്ടം അഴിക്കണം. അനുഗ്രഹീതരായ ദേവദാസന്മാർ ഈ ഭൂതശാന്തി വരപ്രാപ്തരൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ ശുശ്രൂഷിക്കുകയാണ്. പക്ഷേ ഈ ഭൂതം പോകുന്നില്ല. ഭൂതം ചിലപ്പം വിവേചിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭൂതം പറഞ്ഞെന്ന് എന്തുകൊണ്ട് പോയില്ലെന്ന്. ഒരു ഉപദേശി കൈ വയ്ക്കുമ്പോൾ മറ്റേ ഉപദേശി പ്രാർത്ഥിച്ചു, ഇവൻ വെക്കുമ്പം പോകരുത്, ഞാൻ വെക്കുമ്പോഴേ പോകാം. കാരണം ഈ കൊച്ചിൻ്റെ അച്ചായന് കാശുണ്ട്. നമ്മൾ വെക്കുമ്പം പോയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതോടുകൂടി നമ്മുടെ ഗതികേട് മാറുകയല്ലേ? അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു, ഇവൻ വെക്കുമ്പം പോകരുത്, ഞാൻ വെക്കുമ്പോൾ പോകാവൂ. ഭൂതം പോയില്ല. കാരണം ഭൂതത്തിന് കളിയറിയാം. ഭൂതം പോകണമെങ്കിൽ ഇവിടെ വ്യക്തിയല്ല വിഷയം, ഇവിടെ ഞാനല്ല വിഷയം. കൊച്ചു പിടിപ്പിക്കപ്പെടണം. കൊച്ചു പിടിപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഒന്നിച്ചേ ഒക്കത്തുള്ളൂ. ഇവിടെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അതാണ് അവിടെ കാണുക. അപ്പോൾ ഇവിടെ ഞാനും ഇല്ല നീയില്ല, പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. പറഞ്ഞേ, ഞാനും ഇല്ല നീയില്ല, പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. എൻ്റേതും ഇല്ല നിൻ്റേതും ഇല്ല, പക്ഷെ എന്തോ ഉണ്ട്? നമ്മുടേതുണ്ട്. ഒന്ന് കൈപിടിച്ച് പറയാമോ? ഞാനില്ല നീയില്ല. ഉണർവി ഞാനും നീയുമില്ല, പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. എൻ്റേതും ഇല്ല നിൻ്റേതും ഇല്ല, പക്ഷെ എന്തോ ഉണ്ട്? നമ്മുടെ ഉണ്ട്. നമ്മുടെ ഉണ്ട് പ്രിയരെ. അപ്പോൾ നമ്മുടെ സ്ഥാനം, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, നമ്മുടെ രാജാവ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു വരുമ്പോൾ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലങ്ങൾ വീതിക്കപ്പെടും ദിവസം അത് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം ഒക്കെയും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് നമ്മൾ പാടും, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നീ. കൂടെ നിന്നതിന് പ്രതിഫലമുണ്ട്, കൂടെ നിന്നതിന് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. എന്റെ പേര് വന്നില്ലെങ്കിലും എന്റെ ഒരു റോൾ അതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ മതി. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അതാണ് ഉണർവ്. ഹല്ലേലൂയ. ആ ഉണർവ് ആഗ്രഹിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. വ്യക്തി കേന്ദ്രീകൃതമല്ലാത്ത ക്രിസ്തു കേന്ദ്രീകൃതമായ ഞാനുമില്ല നീയുമില്ലാത്ത എന്നാൽ നമ്മളുള്ള ഒരാത്മീയ ഉണർവ്. എൻ്റേതില്ല നിൻ്റേതില്ല എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. ആ വലിയ ഉണർവുണ്ടാകുന്നത് ആഗ്രഹിക്കണം. എന്തുകൊണ്ട് ഉണരണം? വായിക്കാം. എന്നാൽ പുരോഹിതരിലും ലേവ്യരിലും
3:12 അവിടെ കൊണ്ട് ഞാനൊന്ന് അവസാനിപ്പിക്കാം. 3:12 വായിച്ചേ. എസ്ര 3:12. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുമ്പിലത്തെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടിട്ടുള്ളവർ ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്തിട്ടുള്ളവർ? കണ്ടിട്ടുള്ളവർ. നമ്മുടെ ഓർമ്മ ഞാൻ ചോദിക്കണം, ശ്രദ്ധിച്ചെന്നെ കേൾക്കണം, ഒരു ചിന്ത പറയുകയാണ്. ദൈവം എന്നെ ചിന്തിപ്പിച്ചത്. എത്ര വർഷം കഴിഞ്ഞാ സന്ദർശിച്ചു കൊണ്ടിരുന്നത്? 70 വർഷം മുമ്പ്. അപ്പൊ ഇവരെ എന്തോ ചെയ്തു? പിടിച്ചുകൊണ്ട് പോയി അല്ലേ? 70. അപ്പൊ ഇവർക്ക് മുമ്പിലത്തെ ആലയത്തിന്റെ എന്തുണ്ട്? ഓർമ്മ ഉണ്ട്. ഓർമ്മയുണ്ടാകണമെങ്കിൽ അന്ന് ഇവർക്ക് എത്ര വയസ്സ് കാണും? മിനിമം. നിങ്ങൾ പള്ളിയിൽ പോയത്, ഏത് പള്ളിയിലായിക്കോട്ടെ, പള്ളിയിൽ പോയത്, പള്ളി പെരുന്നാള്, ഉപവാസ പ്രാർത്ഥന, ഇപ്പം ക്രിസ്മസ് ഒക്കെ വരികയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ക്രിസ്മസ് അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പെന്തക്കോസുകാരായതുകൊണ്ട് നമുക്ക് ട്രീ ഇല്ല. നമ്മൾ കർശനമായ പെന്തക്കോസ് പാരമ്പര്യം ആയതുകൊണ്ട് ട്രീ ഇല്ല, സ്റ്റാർ ഇല്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ആകെപ്പാട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പിള്ളേർ കൊട്ടാൻ വരുമ്പോൾ പൈസ കൊടുക്കുമായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ സങ്കടം മുഴുവൻ തീർക്കുന്നത് അവരുടെ കൂടെ തുള്ളുമായിരുന്നു. അതിനേതെല്ലാം അടിയില്ലായിരുന്നു. ഏതാ അവരുടെ കൂടെ ഇറങ്ങി പാപ്പയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ തുള്ളി അതിന് നമുക്ക് അടി കിട്ടാത്തതുകൊണ്ടും മറ്റേ ഒന്നും നമുക്കില്ല. പിന്നെ അതുകൊണ്ട് എന്നാലും അതൊരു ഓർമ്മയല്ലേ. കരോള് വരുന്നു, കരോള് വരുമ്പോൾ മിക്കവാറും എല്ലാവരും എന്തോ കൊടുക്കും, എന്തെങ്കിലും കൊടുക്കും. വളരെ ദുഷ്ടത പിടിച്ചവരേ ഉള്ളൂ ഗേറ്റ് അടച്ചിരുന്നത്. എല്ലാവരും ഇച്ചിരി ചില്ലറയൊക്കെ വെച്ച് പിള്ളേർക്ക് കൊടുക്കും. പോട്ടെ, പിള്ളേർക്കല്ലേ, കൊടുക്കട്ടെ. ഗേറ്റ് തുറന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യത്തില്ല, അന്നത്തെ പിള്ളേർ ചെയ്യുമായിരുന്നു. ഇവിടുത്തെ അച്ചാൻ്റെ എന്തെങ്കിലും എടുത്ത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിടും. പണി കൊടുക്കുമായിരുന്നു അമ്മ, 8ന്റെ പണി കൊടുക്കുമായിരുന്നു. എന്തെല്ലാം കൊപ്പര ഒപ്പിക്കാതെ എല്ലാം എന്തോ ചെയ്യും, എന്തെല്ലോ അമ്മ ചെയ്യുമായിരുന്നു പൈസ കൊടുത്ത്. പിന്നെ അത് രസമാണ്, പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇമ്മാരുടെ അടി കാണാം. എത്ര പറടാ, ഇത് അത്ര ഇമ്മാരെല്ലാം കൂടെ വന്നൊരു ഫോട്ടോ, ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. എന്നാലും 2 നക്ഷത്രമൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഒന്ന് വരികയൊക്കെ ചെയ്യുമ്പോൾ അതൊരു നാടിൻ്റെ കൾച്ചറാണ്. അപ്പോൾ എന്നാലും ആ ഓർമ്മയില്ലേ, പള്ളി ആലയം മിനിമം എത്ര വയസ്സ് കാണും നമുക്കന്ന്? നമുക്കൊരു എത്ര വയസ്സ് സജീവമായിട്ട് ഓർക്കാൻ ഒക്കുന്നുണ്ട്? 10 വയസ്സ് ഓർത്തു, അല്ലെ 15, 12. അപ്പച്ചൻ്റെ പലവട്ടം പോയതൊക്കെ ആയിരിക്കും ഓർങ്ങുക. അന്ന് വർഷാന്തത്തിൽ ഓരോ പെരുന്നാളുണ്ട്. അതുകൊണ്ടാണ് ആണ്ട് തോറും അവരെന്തിനു പോകുമായിരുന്നു? പെരുന്നാൾ എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്. യേശുവിനെയും കൊണ്ട് അമ്മയും അപ്പന്മാരും ആണ്ട് തോറും പെരുന്നാളിന് പോയപ്പോൾ ഒരു കുഞ്ഞിനെ കാണാതെ വന്നു. അന്നേരം എത്ര വയസ്സാ? 12 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാര്യം എഴുതുന്നുണ്ട് ദേവാലയത്തിൽ. അപ്പോൾ 12 വയസ്സെന്ന് ഓർത്തോ. 12 വയസ്സുള്ളപ്പോഴാണ് ആലയം പോയി കണ്ടതെങ്കിൽ ഇപ്പം എത്ര വയസ്സ് കാണും? ഇപ്പം ഈ അപ്പച്ചന് എത്ര വയസ്സുണ്ട്? എത്ര വർഷം കഴിഞ്ഞു? 70. ഇപ്പം എത്രയായി? 82 ആയോ? 82 വയസ്സുള്ള അപ്പച്ചൻ ഇവിടെ ഇരിപ്പുണ്ടോ? ആരെങ്കിലും യോഗത്തിന് വന്നിട്ടുണ്ടോ 82 വയസ്സുള്ളവർ? കൈ പൊക്കാമോ? 82 കഴിഞ്ഞ് 80 വയസ്സ് പ്രായമുള്ളവർ ആരെങ്കിലും യോഗത്തിന് ഇരിപ്പുണ്ടോ? എന്തി ഉണ്ടോ? ഇല്ല. ഓക്കെ, പാടാണ്, പ്രത്യേകിച്ച് മഞ്ഞാണ്, പ്രായമായിരിക്കും. എന്നാലും 80-82 വയസ്സ് കാണും. ഇവരാണ് കരഞ്ഞത്. കാരണം ഇവർക്ക് എന്തോ ഉണ്ട്, ആലയം കണ്ടതിൻ്റെ ഓർമ്മയുണ്ട്. എന്നാൽ 2-3 തലമുറ കാണും. 85 വയസ്സുള്ള അപ്പച്ചൻ്റെ കൊച്ചുമക്കൾക്ക് 15 വയസ്സ്, 20 വയസ്സിന് മേലുള്ളവരല്ലേ. അപ്പോൾ ഇവർക്ക് 20 വയസ്സിന് മേലുള്ള പിള്ളേർ, പിന്നെ കുറച്ച് കൂട്ടത്തിൽ വന്ന പിള്ളേരൊക്കെ കാണും. അപ്പോൾ അവരെല്ലാം കൂടെ ഇവർ കണ്ടിട്ടുണ്ടോ? ഇവരിത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവർ ആലയത്തെക്കുറിച്ച് എന്ത് ചെയ്തതേ ഉള്ളൂ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ സംവിധാനവും യൂട്യൂബൊന്നും ഇല്ല. ചിലപ്പം വരച്ചതൊക്കെ കാണത്തുള്ളൂ, ഫോട്ടോഗ്രാഫി പോലും കാണത്തില്ല. പിന്നെ പറഞ്ഞു കേട്ടതൊക്കെ കാണത്തുള്ളൂ. ഈ ആലയത്തിൻ്റെ മഹത്വമൊക്കെ ഇവർ ചിലപ്പോൾ ഫോട്ടോയോ വരച്ചതോ ഒക്കെ കാണുമായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്നത്തെ പോലെ വീഡിയോ സംവിധാനമൊക്കെ ഉണ്ടെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞു കേട്ട ആ വർണ്ണനകൾ ഇവരുടെ മനസ്സിൽ ഇരിപ്പുണ്ട്. ഈ പിള്ളേർക്ക് എത്ര തലമുറ വായിക്കാം, ഇവർ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, ഇവർ കരഞ്ഞു. ആര് കരഞ്ഞു? അയ്യോ, ആര് കരഞ്ഞു? വൃദ്ധർ കരഞ്ഞു. കരയുന്ന എപ്പോഴും ആരാ? വൃദ്ധരാ, അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളാ. വൃദ്ധർ കരയും. കുഞ്ഞുങ്ങളുടെ കരച്ചിലും വൃദ്ധരുടെ കരച്ചിലും തമ്മിൽ വ്യത്യാസമുണ്ട്. വൃദ്ധർ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ ചെയ്യും? കരയും. കാരണം അവർക്ക് പഴമയുടെ ഓർമ്മകളുണ്ട്. അവിടെ ആ ഓർമ്മ അവരെ കരയിപ്പിക്കും. അവർ കരഞ്ഞു, നന്ദി അവരെ കരയിപ്പിക്കും.
അപ്പോൾ അവരൊരു ആഗ്രഹം, ഇനിയെങ്കിലും കർത്താവെ കാണാനൊക്കോ, ജോസഫ് കരയുന്നില്ലേ, ഇനി എൻ്റെ കുഞ്ഞിനെ കാണാനൊക്കോ. അപ്പോൾ ഇവിടെ കണ്ടു യാക്കോബ് ജോസഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ ചൈതന്യപ്പെട്ടു, കാരണം എത്ര വർഷം കരഞ്ഞതാ എന്ന് പറഞ്ഞ പോലെ ഇവർ തമ്മിൽ ഇവിടെ വെച്ച് ഇവർ കരഞ്ഞു. കാരണം ഈ അടിസ്ഥാനം ഇട്ടപ്പോൾ അവിടെ ആരാ അടിസ്ഥാനം ഇട്ടത്? ഇല്ല, പണിയുന്നവരെല്ലാവരും എന്തോ ഇട്ടു? അടിസ്ഥാനം ഇട്ടു. പറഞ്ഞേ, എല്ലാവരും എന്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എല്ലാവരും കൂടാണ് അടിസ്ഥാനം ഇട്ടത്, വ്യക്തിയല്ല, നമ്മുടേതാണ്. അങ്ങനെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഇവര് കരഞ്ഞു. പിള്ളേരെന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ആർത്തു. ഒരു തലമുറ ആർത്തു, മറ്റേ തലമുറ എന്ത് ചെയ്തു? കരഞ്ഞു. പക്ഷെ ദൂരെ കേട്ടു. എന്താ? ആർപ്പിൻ്റെയും കരച്ചിലിൻ്റെയും ശബ്ദം തിരിച്ചറിയാനാവാത്തതുപോലെ എവിടെ കേട്ടു? അടിയടാ, പിടിയടാ, ഓടടാ, വാടാന്നൊന്നും അല്ല കേട്ടത്. പിന്നെ ഇന്ന് പലയിടത്തും കേൾക്കുന്ന അടി, പിടി, വട, പുഴ ഒക്കെ അതൊന്നും അല്ല കേൾക്കണ്ടേ. ഉണർവിൽ അതൊന്നും കേൾക്കത്തില്ല. വ്യക്തി ഉള്ളിടത്തെ അതൊക്കെ കേൾക്കത്തുള്ളൂ. നമ്മളുള്ളിടത്ത് ഇതൊന്നും കേൾക്കണ്ട. അപശബ്ദമല്ല കേട്ടത്, ആർപ്പിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും കേട്ടു. അപ്പൊ ആർത്തതാരായിരിക്കും എന്നും വീണ്ടും മനസ്സിലാക്കാൻ വരിക. എന്നോട് വീണ്ടും ഞങ്ങളുടെ പ്രിയമുള്ള ദൈവദാസന്മാർ പ്രായമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസ് പാസ്റ്ററെ, എന്തോ കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ട് സ്വരം നല്ലപ്പോഴേ അവിടുന്ന് അങ്ങ് മാറിയേക്കണം. ഞാൻ ചോദിച്ചാൽ അതന്നെ, അങ്ങനെയാണ്, സത്യമാണ്. നമ്മൾ ഈ കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ട് മത്തായി സുവിശേഷം 19 അധ്യായം വായിക്കും 3 മുതൽ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. 3 പ്രാവശ്യം ജനം എന്ത് പറയട്ടെ? ആമേൻ, ആമേൻ, ആമേൻ. അതൊരു ശുശ്രൂഷ ശൈലിയാണ്. റിട്ടേൺ ഡോക്യുമെൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും അതൊരു ശുശ്രൂഷയുടെ പക്വതയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെ നമ്മൾ ഫേസ് ചെയ്യിപ്പിക്കും ജനത്തിന് നേരെ. എന്നിട്ട് കെസിയോൻ സാറിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട്, അതൊരു 1.5 ശൈലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യവും എന്താണ് അധികാരവും എല്ലാം കൂടി വരും. നൗ ഇറ്റ് ഈസ് ഇൻഡീഡ് മൈ ജോയ് ആൻഡ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് the newly married wedded couple for the first time, Mr. Son. ഞാനത് കാണാൻ പഠിച്ചതാ, കേശവൻ സാറിന്റെ. മിസ്റ്റർ ഇങ്ങനാണോ? അപ്പോഴത്തേന് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ സ്തോത്രം പറയും, അമ്മച്ചി കരയും. പക്ഷെ ഈ കൂടെ വന്ന പിള്ളേർ അടിക്കുന്നില്ലേ? അത് ഓർത്താൽ മതി ഈ സംഭവം. അന്നേരം വിസിലടിക്കുന്നത് കേട്ടുണ്ടോ? മുമ്പ് നിൽക്കുന്ന അമ്മ എന്തോ ചെയ്യും? വിസിലടിക്കുമോ? ഏതെങ്കിലും അമ്മ വിസിലടിക്കുന്നവരെ കേട്ടുണ്ടോ? ഏതെങ്കിലും അമ്മ വിസിലടിച്ചിട്ടുണ്ടോ? കേട്ടോ? ഇല്ല. വിസിലടിച്ചതാരാ? ഈ പിള്ളേരുടെ കൂടെ വന്ന കുറെ ട്യൂബുകളുണ്ട്, ഒന്നിനും തുണിയും കാണത്തില്ല. ആ ടൈപ്പ് സാധനം. നല്ല പിള്ളേരാണ്, ആ പിള്ളേർക്ക് മോശമാണ്. അവർക്ക് തുണിയുണ്ടോ ഇല്ലാന്ന് ചോദിക്കുന്നത് നീ എന്തിനാ നോക്കിയത്? എനിക്ക് ഇവരോടുള്ള പ്രശ്നം ഈ നോക്കി നിൽക്കുന്നതോടാ പ്രശ്നം. ഇവരെന്താ ഈ നോക്കുന്നത്? ഞാൻ ഒരു ദിവസം ഒരു കല്യാണം നിൽക്കുകയാണ്. അപ്പോൾ ഈ വാതൊക്കെ 2 പിള്ളേർ നിൽപ്പുണ്ട്, പാവം പിടിച്ച 2 പിള്ളേർ. എനിക്കന്ന് സങ്കടം തോന്നിയ ദിവസം. 2 നല്ല പെൺപിള്ളേർ. ഇതുങ്ങൾ ഈ ചെറിയ മിടിയൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വാതൊക്കെ നിൽക്കുക. അന്ന് ഈ ഇതടിക്കണിയോ എന്താണ് നെറ്റിക്ക്. ഒരച്ഛൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, വിശ്വാസേ കണ്ടോ? ഞാൻ ചെയ്യും എന്തോന്ന്, ഇതൊക്കെയാണോ നമ്മുടെ സഭയെ വേണ്ടത്? ഞാൻ ചെയ്യും എന്താ അച്ഛാ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? നമ്മുടെ ഇതോ കിട്ടിയുള്ളോ? ഞാൻ ചെയ്യും എന്തോ, ഞാനതവിടെ നിൽക്കുക അത്ര നേരമായിട്ട് ഞാൻ കണ്ടില്ല ഇത്. ഞാൻ എത്ര നേരം രാവിലെ തൊട്ടവിടെ ഞാൻ കണ്ടില്ല. ഞാൻ ചെയ്യും എന്തോ, ഈ പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത്. സത്യമായിട്ടും എനിക്കൊരു ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, കിളവൻ ഇയാളോട് വായി നോക്കി ഇവിടെ നിൽക്കാം, പോടുത്ത് ഇങ്ങോട്ട് നിൽക്കണ്ട. അല്ല പിന്നെ കള്ളാണ്. എനിക്ക് സങ്കടമായി പോയെന്നേ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് മനസ്സിലൊരു സങ്കടം. 2 നല്ല പെൺപിള്ളേർ, എൻ്റെ കൊച്ചിന് പ്രായവും. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിള്ളേരെ ഒന്ന് വിളിച്ച് നമുക്കൊന്ന് വർത്താനം പറയും. അപ്പോൾ ഞാനിവരെ എൻ്റെ വിളിപ്പിച്ചു, മക്കളെ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, ഇവരെന്നെ അച്ചോന്നാണ് വിളിച്ചത്. അങ്കമാലി അപ്പുറത്ത് കാതലിക്സാണ്. അച്ഛാ ഇതൊന്നും കണ്ടിട്ടൊന്നും അളക്കരുത്, എല്ലാം കമ്പനിയുടെയാ. അമ്മ നടന്ന് കിടക്കുക, ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുക, ശനിയും ഞായറും ഇതിന് പോകും, ഇതുകൊണ്ട് വീട് പോറ്റുന്നേ. ആലുവായി ആക്റ്റീവ ഓടിച്ച് വന്നേക്കുക. എനിക്ക് സങ്കടം തോന്നി. അന്നേരം 10, 10, 11 മണിയാക്കും എല്ലാം തുടങ്ങുക. എൻ്റെ കൊച്ചുണർന്നിട്ടില്ല.
നമ്മുടെ കൊച്ചുങ്ങൾ ഉണർന്നിട്ടില്ല, അപ്പോഴും കിടക്കാം. നമ്മൾ പിന്നെ രാവിലെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇതുങ്ങൾ ആലുവായിൽ നിന്ന് വണ്ടി ഓടിച്ച് രാവിലെ സ്കൂട്ടറെ വന്നിട്ട് നിൽക്കുക, 1500 രൂപ കൊടുക്കും. അത്രയല്ലേ ഉള്ളൂ നമ്മൾ വിധിക്കുന്നതേ. അപ്പോട്ടെ, ഈ പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം ആർക്കത്തില്ലേ, ആർക്കും നമുക്ക് ഇറങ്ങി ഓടാൻ ഒക്കൂ. കല്യാണം കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോണം, അത് വേറൊരു കാര്യം. കാരണം പക്ഷെ ഒരു കാര്യം എനിക്ക് പിടി, നമ്മൾ ഈ ആർക്കുന്ന പിള്ളേരെ ഇന്ന് നോക്കിയാൽ ജെൻസിയാണ്. ജെൻസി എന്ന് പറയുന്നത് അമേരിക്കൻ ആക്സെൻ്റാണ്. എനിക്കത് UK ആക്സെൻറ്റ് ജെൻസ് രണ്ടാണ്. അമേരിക്കൻ ആക്സെൻറ്റ് ജെൻസിയാണ്, GENZ ആണ്, C അല്ല, ജെൻസി. ജെൻസി പിള്ളേരെന്ന് പറയുമ്പോൾ ഏതാ 97 to 2012 ആണ്. ഇതുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഇവർ ഫസ്റ്റ് സെഞ്ച്വറി ടെക്നോളജി ജനിച്ചവരാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ടെക്നോളജി ഇവർ കണ്ടിട്ടുണ്ട്. ഇവന്മാർ അലയ്ക്കുന്ന പിള്ളേർ അവരാണ് ഈ വിസിലടിക്കുന്നത്. അവർ യോഗത്തിന് വന്നാലും വിസിലടിക്കും, സന്തോഷം വന്നാലും വിസിലടിക്കും. അവരാവേശം കയറിയാൽ BJ ട്രാവൻ പ്രണയമാണ് എന്ന് പറയുമ്പോഴും വിസിലടിക്കും. അതാണ് അവർ ജെൻസിയാണ്. അപ്പോഴത്തേന് മമ്മി കൊച്ചിനെ വളർത്തിയതും ജനിച്ചപ്പം അവൾ മരിക്കുമെന്ന് പറഞ്ഞതും സ്കൂളിൽ പോയപ്പോൾ സാറുമാർ പറഞ്ഞ് കൊണ്ടുവെക്കും, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട, അതിന് മാർക്കില്ലെന്ന് പറഞ്ഞതും ഇതൊക്കെ ഓർത്ത് അമ്മച്ചി കരയുമ്പോൾ ഇവർ വിസിലടിക്കും. അപ്പോൾ ഈ വിസിലടിക്കുന്ന ജെൻസിയും 82 വയസ്സുള്ള അപ്പച്ചനും കൂടെ ഒന്നിക്കുന്നതിൻ്റെ പേരാണ് ഉണർവ്. ജനറേഷൻ ഗ്യാപ്പില്ലാത്ത ഒരു ഉണർവ്, നമ്മുടെ ഉണർവ്. 3 ടൈപ്പാണ്. അപ്പച്ചൻ അങ്ങേ അറ്റത്ത് നിൽക്കുന്നത് എൻ്റെ എക്സ്ട്രീമൻസ് ആണ്. ഇടയ്ക്ക് നിൽപ്പുണ്ട് ജെൻസി. ഇതിന് ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു സാധനമുണ്ട്, അതിനെ വിളിക്കുന്നത് എന്താ, ആൽഫ. എത്ര 2012 till now എന്താ ആൽഫ. ഇതുങ്ങളാരാ? ഇതുങ്ങൾ മഹാസാന. അവർ ടെക്നോളജിയിൽ ജനിച്ചവരാണ്. മറ്റൊരു തുടങ്ങിയതേ ഉള്ളൂ. ഈ തുടങ്ങിയ പിള്ളേർക്ക് ഭയങ്കര അവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവരേത് കാര്യത്തിന് റീസൺ ചെയ്യും. അവരവരുടെ അവകാശം മേടിച്ചു വെക്കും. അതുകൊണ്ടാണ് നേപ്പാളിൽ ഭരണമാറ്റം ഉണ്ടാക്കിയത് ആരാ? ജെൻസിയാണ്. സാധാരണ ചില മാധ്യമങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്താ കാര്യം? ജെൻസി ഉണർന്നാൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. അത് ജെൻസി ഭയങ്കര പൊട്ടൻഷ്യലാണ്. അവരേത് സ്ഥാപനത്തിൽ ജോലിക്ക് ചെന്നാൽ അവർ അവകാശം പിടിച്ചു മേടിക്കും. അല്ലാതെ അച്ഛ ഇങ്ങനെ നിൽക്കത്തില്ല. അവർ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ഗുണമുണ്ട്, ഒത്തിരി ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, സഭയിൽ നിന്ന് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പാസ്റ്റർ ഇങ്ങനെ രണ്ടാമത് റീഫ്രൈ ചെയ്യുമല്ലോ, സാക്ഷിയോ എല്ലാം കൂടെ. ഈ പിള്ളേർ ഇരിക്കുമോ? ഇല്ല, ഇരിക്കത്തില്ല. നിങ്ങൾ കണ്ടായിരുന്നോ? എന്തോന്ന് അവരെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. കുറ്റം പറയാത്ത പിള്ളേരുടെ പേരാണ് എന്ത്? ജെൻസി. അയൽക്കാരൻ്റെ കുറ്റം പറയത്തില്ല, സഭക്കാരുടെ കുറ്റം പറയത്തില്ല. ജെൻസി. രണ്ടാമത്തെ കുറ്റം ജാതി പറയത്തില്ല. പറയോ? നിങ്ങൾ വീട്ടിൽ നിന്ന് പിള്ളേരെ വിളിച്ച് പറഞ്ഞു, എടീ കൊച്ചേ അവരോട് മിണ്ടല്ല, അത് ഇന്നത്തെ ആദിയാ. ഇനി നമ്മൾ ഇവർ കൂട്ടാട് കുറ്റം പറയത്തില്ല. എടീ ആ കൂട്ടിനോട് കൂടുതൽ ആ കൊച്ചിന് അത് മറ്റേ പ്രേമമുണ്ട്, അതിന് അമ്മയ്ക്ക് എന്നാ ചെയ്യണം? ഞാൻ പ്രേമിച്ചില്ലല്ലോ, അത് നോക്കിയാൽ മതി. നമ്മൾ ഇനി വേറെ കാര്യമുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവിടുത്തെ പിള്ളേർ പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വാക്യം പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ മോള് പറയായിരുന്നു, കൊച്ചിലെ എവിടെയെങ്കിലും പോയിട്ട് ഇനി നമ്മുടെ നെഞ്ചത്തോട്ട് കയറും. നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ, പറഞ്ഞോളൂ എന്തൊക്കെയാണ് ഇന്നത്തെ. ഇവർ നമ്മളെ ഊവാക്കുമായിരുന്നു. എന്നിട്ട് പറയാം, എൻ്റെ പൊന്നപ്പാ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുതിര കയറല്ലേ, ഞങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ, ഇങ്ങനെയൊക്കെ പൊക്കോളാം, പ്രൈസ് ദി ലോർഡ്, മതിയല്ലോ, ദോഷം ചെയ്യത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കണ്ടിട്ട് എങ്ങോട്ടാ കുതിര കയറുന്നേ? അങ്ങനെ കയറുന്നവരൊന്ന് കൈ പൊക്കാമോ? കണ്ട കൈ പൊക്കി. സത്യം, ഒന്നാമൻ ആരാ? ഈ എളിയവൻ. പക്ഷെ കുതിര കയറാൻ തുടങ്ങുമ്പോഴേ അവർ പറയും, ഇങ്ങോട്ട് എന്ത് ചെയ്യരുതേ, ഉപദ്രവിക്കരുതേ, ഞങ്ങളൊക്കെ ജീവിച്ച് പൊക്കോട്ടെ. ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ? അപ്പം ഞാൻ പിന്നെ എന്നാണ്ട് പറഞ്ഞു, മോളെ അവർ പഠിക്കുന്ന കണ്ടോ? അപ്പം എന്നെ കൊണ്ട് ഇതേ ഒക്കെ ഉള്ളൂ, അതിൻ്റെ കാര്യം അതിക്കുള്ളൊക്കെ പഠിക്കാനൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, കുഞ്ഞെ അവർ പഠിച്ചു. പപ്പ ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, മാർക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പിന്നെ ഹൂസ് മൈ പ്രോബ്ലം? യെസ്, ദിസ് ഈസ് യുവർ പ്രോബ്ലം. ഞാൻ ചോദിച്ചു, മൈ? യെസ്, വൈ? മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. അതാണ് ജെൻസി. നമ്മുടെ അപ്പൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്തോ എല്ലാം പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ വലിച്ചു കീറി ഫ്രൈ ചെയ്തേനെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ജെൻസി. അപ്പൊ എനിക്ക് ജെൻസിയെ ഇഷ്ടമാണ്, ആൽഫയെ ഇഷ്ടമാണ്. പക്ഷേ ഉണർവിൽ ആൽഫയുണ്ട്, ജെൻസിയുണ്ട്, അപ്പച്ചനുമുണ്ട്. ഇതിന്റെ പേരാണ് ഉണർവ്. ഈ ഉണർവാണ് ഇനി ഉണ്ടാകേണ്ടത്.
2026 കർത്താവ് നമുക്ക് തന്നാൽ ഞാനുമില്ല നീയുമില്ല വൈരുദ്ധ്യങ്ങളുടെ ലോകത്തുനിന്ന് ഒരുമിക്കുന്ന ആത്മീയ ഉണർവിന്റെ മഹാസ്വരം ആർപ്പ് അങ്ങ് അകലെ കേൾക്കണമെങ്കിൽ ആർപ്പിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും ബഹുദൂരം കേൾക്കുന്ന ഒരാത്മീയ ഉണർവ് ആഗ്രഹിക്കുന്നവരെല്ലാം കരമുയർത്തി അല്പസമയം പ്രാർത്ഥിച്ച് 2 സ്ട്രീംസ് ഒരുമിക്കും. സ്വോത്രം 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 സ്വോത്രം. ഒത്തിരി ആശയ വൈരുദ്ധ്യങ്ങൾ അവിടെ ഉണ്ട്. കാഴ്ചപ്പാടുകൾ അങ്ങേറ്റം വൈരുദ്ധ്യങ്ങളാണ്. അവർ കാണുന്ന പോലെ അല്ല നമ്മളെ കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. പക്ഷേ എല്ലാ ചിന്താധാരകളുടെയും ഒന്നിപ്പിക്കുന്ന ഒരു ആത്മീയ ഉണർവ്. ആലയം പണിയണം, ദേവാലയം. കരങ്ങളടിച്ചു സ്തുതിച്ചേ. 2 കരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തി ശക്തിയോടെ ചേർത്തടിച്ചൊന്ന് സ്തുതിച്ച് ആരാധിച്ച് സ്തുതിച്ച് അല്പസമയം സ്തോത്രം ചെയ്തേ സ്തോത്രം ചെയ്തേ സ്തോത്രം ചെയ്തേ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. ഇതാ ഒരുമനപ്പെടുന്നു. എന്തിനു വേണ്ടി? ആലയം പണിക്ക് വേണ്ടി. എല്ലാവരെയും കൂടെ നിർത്തുന്നു, എല്ലാവരും കൂടെ നിൽക്കുന്നു. എന്തിന്? ആലയം പണിയാൻ വേണ്ടി. ഒറ്റക്കാര്യം, ഞാനുമില്ല നീയുമില്ല. എന്നാൽ നമുക്ക് പ്രതിഫലം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഹല്ലേലൂയ. രാജരാജൻ മശിക നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ ആലയം പണിക്ക് വേണ്ടി 2026 അങ്ങ് ദൂരെ കേൾക്കട്ടെ. എന്ത് അപശബ്ദങ്ങൾ അല്ല, ഒരിടത്തൊന്നും കേൾക്കരുത്. എന്നാൽ 2 ജനറേഷന്റെ അല്ല, 3 സ്ട്രീംസ് ഒരുമിച്ചിട്ട് ഉറക്കെ പറയട്ടെ. അവിടെ വൃദ്ധരുണ്ട്, അവിടെ മധ്യവയസ്കരുണ്ട്, ഇത് കണ്ടിട്ടുള്ളവരുണ്ട്, കാണാത്തവരുണ്ട്, ആൽഫയുണ്ട്, ജെൻസിയുണ്ട്, പിന്നെ ആരുണ്ട്? പടുവൃദ്ധന്മാരായ അപ്പച്ചന്മാരുണ്ട്, മുണ്ടെടുക്കുന്ന അപ്പച്ചനുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ എക്സ്ട്രീം എന്റെ നിൽക്കുന്ന ആൽഫയുണ്ട്. എല്ലാവരുടെയും ഗോൾ ഒന്ന്, എല്ലാവരുടെയും കയ്യിൽ ഒന്ന്, സ്നേഹത്തിന്റെ കൊടി. ഹല്ലേലൂയ. നമ്മളുടെ മേൽ പിടിച്ച കൊടി സ്നേഹത്തിന്റെ കൊടി. നമ്മുടെ രാജ്യം ദൈവരാജ്യം, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, നമ്മുടെ രാജാവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, നമ്മുടെ രാജാവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് കർത്താവ് വരും, പ്രതിഫലം തന്നിടുവാൻ കർത്താവ് വരും. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളും ആ ഉണർവിന് വേണ്ടി 2026 നമുക്ക് കർത്താവ് തരുമ്പോൾ 25 ഹല്ലേലൂയ ഹല്ലേലൂയ അല്ല 26 കഴിയുമ്പോൾ ഇത് സ്വപ്നം കാണണം. ദൈവരാജ്യം, ദേവാലയം പണി. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് സ്തുതിച്ച് ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്തൊരു ജനറേഷന് വേണ്ടി, ഇനിയും വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കണം. എന്തിന്? ദൈവാലയം പണിക്ക് വേണ്ടി. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാണ്. കാലമെല്ലാം കഴിയും, ഇന്നു കന്നിടുവാ യേശുരാജൻ വന്നിടുവാ. അധികമിൽ ഇനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. അധികമിൽ ഇനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്ദകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്ദകൾ സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാ. തിരുസന്നിധം ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാ. ഓ പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ. ഓ അധികമിൽ ഇനി നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. അധികമിൽ ഇനി നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാ. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാ. അവൻ പ്രതിഫലം
യേശു ബഹുദൂരം, ബഹുദൂരം. നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അങ്ങനെ ആർപ്പിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തിരിച്ചറിയാനാവാത്തതുപോലെ ബഹുദൂരം കേട്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആർപ്പിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തിരിച്ചറിയാനാവാത്തതുപോലെ ബഹുദൂരം കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയും എക്സ്ട്രീമുള്ള വൃദ്ധരും, ഹല്ലേലൂയ, ഇങ്ങേ ഇടയ്ക്ക് നിൽക്കുന്ന ആ മധ്യവയസ്കരും, പിന്നെ എല്ലാത്തിനും വൈരുദ്ധ്യങ്ങൾ പറയുന്ന, എല്ലാത്തിനും റീസണുള്ള, എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന ജെൻസിയും, അതിൻ്റെ ഇങ്ങേ തലക്കയിൽ ആൽഫയും എല്ലാവരും കൂടെ ഒരുമിക്കുന്ന ഒരാത്മീയ ഉണർവിൻ്റെ ശബ്ദം. അർക്കന റിബന, ജനറേഷനെ ഗ്യാപ്പുകളില്ലാതെ ഒരുമിക്കുന്ന ഒരു ഉണർവ്. ആ ഉണർവാണ് 2026 സംഭവിക്കാൻ പോകുന്നത്. അത് എവിടെ സംഭവിക്കും? ഒരുമയുള്ളിടത്ത് സംഭവിക്കും. അവിടെ എവിടെ സംഭവിക്കും? ഞാനില്ല, നീയില്ല, നമ്മളുള്ളിടത്ത് സംഭവിക്കും. അത് എവിടെ സംഭവിക്കും? കൂടെ നിർത്തുന്നിടത്ത് സംഭവിക്കും. അത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ, അപശബ്ദങ്ങൾ കേൾക്കേണ്ട, അപസ്വരങ്ങൾ കേൾക്കേണ്ട, എന്നാൽ ആർപ്പിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും. ഒന്നുകൂടെ പറയട്ടെ, അപസ്വരങ്ങൾ കേട്ടു, അപശബ്ദങ്ങൾ കേട്ടു, ദൈവരാജ്യത്തിന് അപമാനം വന്നു. എന്നാൽ 2026 അപശബ്ദങ്ങളും അപമാനങ്ങളും ആലേരും അല്ല കേൾക്കാൻ പോകുന്നത്. ദൈവജനം ഒരുമിച്ച്, ജനറേഷനുകൾ ഒരുമിക്കുന്ന, ജെൻസിയും ആൽഫയും പടുവൃദ്ധരും ഒരുമിക്കുന്ന, ഹല്ലേലൂയ, ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാരോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിക്കുന്ന ഒരു വലിയ ആത്മീയ ഉണർവ്. സ്വപ്നം കാണുന്നവരെല്ലാം ചില നിമിഷങ്ങളൊന്ന് കൈയടിച്ച് സ്തുതിച്ച്